നിക്ക്, നിങ്ങളിത് എന്നെ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോകുന്നേ? ഈ റെസ്റ്റോറന്റ് നമ്മളെ പോലത്തെ പാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വലിയ ബിസിനസ്സുകാരും പണക്കാരുമാ ഇവിടെ വരുന്നത്. എടാ, എന്റെ ഡ്രസ്സ് തന്നെ ഒന്ന് നോക്ക്. റോഡിൽ ഫുട്പാത്തിലെ ഡ്രസ്സ് വിൽക്കുന്ന ചേച്ചിയെ പോലും ഉണ്ട് എന്നെ കാണാൻ. നീ എന്തൊക്കെയാ പറയുന്നേ? അബി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ആ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ നോക്ക്. വലിയ വലിയ ആളുകളാ അവിടെ ഇരിക്കുന്നത്. എടീ, നിന്നെ കാണാൻ കിടു ലുക്കാണ്. ട്രസ്റ്റ് മീ. അബി, ഇത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റാ. നമ്മുടെ കയ്യിലെ ബഡ്ജറ്റിന് ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പോലും പൈസ തയ്യയില്ല. അനന്യ, നീ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും ആലോചിക്കണ്ട. നിന്റെ ബർത്ത്ഡേ അല്ലേ, വാ. ആണോ? നീ കഷ്ടപ്പെട്ട് പാർട്ട് ടൈം ജോലി ചെയ്ത് ഡെലിവറി ചെയ്തുണ്ടാക്കിയ പൈസ ഒറ്റയടിക്ക് പൊട്ടിക്കണം. അനന്യ, നീ അത് എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഞാൻ ടേബിൾ നമ്പർ 3 പോകുന്നു, നീ അങ്ങോട്ടേക്ക് വാ. വേണ്ട. അനന്യ അഭിയെ തടയാൻ വേണ്ടി അവന്റെ പുറകെ പോയി. വേഗത്തിൽ പോയപ്പോൾ അവൾ അറിയാതെ റെസ്റ്റോറന്റിൽ വന്ന ഒരു ബിസിനസ്സുകാരനെ തട്ടി. അയാളുടെ വില കൂടിയ കോട്ടിൽ റെഡ് വൈൻ വീണു. അയാൾ ദേഷ്യത്തിൽ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു. സോറി, ഞാൻ കണ്ടില്ല. നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? നിന്നെ പോലത്തെ ലോക്കൽസിനൊക്കെ ഈ ഹോട്ടലിൽ കയറ്റിയത് ആരാ? നിനക്കറിയോ ഈ സൂട്ടിന്റെ വില എന്താണെന്ന്? 20 ലക്ഷത്തിന്റെ സ്യൂട്ടാണ് നീ വൈനൊഴിച്ച് കറയാക്കിയത്. സർ, ഞാൻ പറഞ്ഞില്ലേ സോറി. എനിക്കറിയില്ലായിരുന്നു. ഞാൻ സോറി. നീ എന്താ വിചാരിച്ചേ? സോറി പറഞ്ഞാൽ ഞാനങ്ങ് വിടുവെന്നോ? ഈ സ്യൂട്ടിന്റെ വില നീ തരൂ. എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറ. അരെ വാ, ഇതേതാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ നടൻ. നിനക്ക് ഈ റെസ്റ്റോറന്റ് സ്റ്റാൻഡേർഡിനെ പറ്റി അറിയില്ലേ? ഇതൊന്നും അറിയാതെ വലിഞ്ഞു കയറി വന്നേക്കോണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം എന്റെ ഭാര്യയോട് മാപ്പ് പറയും. എടാ വേണ്ട. ഓ, ഞാൻ നിന്റെ ഭാര്യയോട് മാപ്പ് പറയണമല്ലേ? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയോ? എടാ, നമുക്ക് മാപ്പ് പറയാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ഹീസ് ദ ഓണർ ഓഫ് ഷിങ്കാനി ഇൻഡസ്ട്രി. പ്ലീസ്. നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ ഭാര്യയോട് മാപ്പ് പറയാതെ നീ ഇവിടെ നിന്ന് പോവില്ല. നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസത്തെ ഓർത്ത് നീ ദുഃഖിക്കും. അഭിനവിന്റെ ഭീഷണി കേട്ട ഉടനെ തന്നെ ആ പണക്കാരൻ ചുറ്റും നോക്കി. റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും മുന്നിൽ അയാൾ അപമാനിതനായി നിന്നു. ഞാൻ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് ബിസിനസ് രാജാവാണ്. നിനക്കൊക്കെ സ്വപ്നം കാണുന്നതിനപ്പുറമാണ് എന്റെ റേഞ്ച്. മന്ത്രിമാരും MLA മാരും അല്ല എന്റെ പോക്കറ്റില്. ഒരൊറ്റ ഫോൺ കോൾ മതി നിന്റെ ജീവിതം എനിക്ക് തകർക്കാൻ. ഞാനൊന്ന് ഞൊടിച്ചാൽ മതി, പിന്നെ നീ തീർന്നു. നിന്റെ ഈ ബിസിനസ് പിന്നെ ഉണ്ടാവില്ല. തകർത്ത് കളയും ഞാൻ. എന്താ കാണണോ? അഭിനവ് അങ്ങനെ വെല്ലുവിളിച്ച ശേഷം അവൻ അവന്റെ ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് ചെയ്തു. മെസ്സേജ് ചെയ്ത ഉടനെ തന്നെ ആ പണക്കാരന് ഒരു ഫോൺ വന്നു. ആ ഫോൺ വന്ന ഉടനെ തന്നെ ആ പണക്കാരന്റെ മുട്ടിടിക്കാൻ തുടങ്ങി. വാട്ട്? ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ നമ്മുടെ മുതലാളിയുടെ മോനോട് കയറി ഉടക്കിയോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പെട്ടെന്ന് അയാളോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം സോൾവ് ആക്ക്. ഇല്ലെങ്കിൽ നമ്മൾ കുടുംബം അടക്കം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. നീ ഇതെല്ലാം എങ്ങനെ ചെയ്തേ? നീ ശരിക്കും ആരാ? അഭിനവ് ഒരു ഹൗസ് ഹസ്ബൻഡാണ്. അവന്റെ ഭാര്യ വീട്ടിലെ സകല ജോലിയും അവനായിരുന്നു ചെയ്തിരുന്നത്. അവനെ ഒരു വേലക്കാരനെ പോലെയായിരുന്നു അവന്റെ അമ്മായിയമ്മ കണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവന്റെ അമ്മായിയമ്മ അവനെ തടഞ്ഞു. എങ്ങോട്ടാ? രാവിലെ ഒരുങ്ങിക്കെട്ടി നീങ്ങു വാ. എന്റെ കാലൊന്ന് മസാജ് ചെയ്തതാ, ചെറിയ വേദനയുണ്ട്. അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് കാല് മസാജ് ചെയ്ത് തന്നാ മതിയോ? നീ എവിടെ പോകുന്നു? എല്ലാ ദിവസവും ഒരുങ്ങിക്കിട്ടി പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. എന്റെ മോളുടെ സമ്പാദ്യം ദൂർത്തടിച്ച് ജീവിക്കാൻ നിനക്ക് നാണോ ഇല്ലേ? അവളുടെ പൈസക്ക് പുറത്ത് ആരെയോ കാണാൻ പോകുന്നു. പുറത്തു നടക്കുന്ന വഴക്ക് കേട്ട് അഭിനവിന്റെ ഭാര്യ അനന്യ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ ഇവിടെ രാവിലെ തന്നെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എന്നോട് ചോദിക്കാതെ നീ നിന്റെ ഭർത്താവിനോട് ചോദിക്ക്. ഒരു പണിക്കും പോവാതെ നിന്റെ ഭർത്താവ് ഇവിടെ അടയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നീ ഇപ്പൊ തന്നെ അവൻ ഇവിടുന്ന് ഇറക്കി വിടണം. അഭിനവ്, നീ എവിടെ വേണമെങ്കിലും പോയിക്കോ. പക്ഷേ അമ്മ പറയുന്ന ജോലി നീ ചെയ്തിട്ട് പോ. അനന്യ, എനിക്കിപ്പോ നിൽക്കാൻ സമയമില്ല. നീ അത് മനസ്സിലാക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് അവിടെ നിന്ന് ഇറങ്ങി. ഇത് കണ്ടതും തന്നെ അനുസരിക്കാത്ത മരുമോനോട് ഷർമിളയ്ക്ക് കൂടുതൽ ദേഷ്യം തോന്നി. അവൻ തിരിച്ചു വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ തെരുവ് പട്ടിയെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? അവനൊരു പാഠം പഠിച്ചില്ലെങ്കിൽ എന്റെ പേര് ഷർമിള എന്നല്ല. അഭിനവ് അവന്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇതെല്ലാം അനുഭവിക്കേണ്ട കാര്യം അവനുണ്ടോ? ഇനി എന്തെല്ലാമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിനവ് നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് കയറി ചെന്നു. അവനെ കണ്ടതും സെക്യൂരിറ്റി അഭിനവിനെ തടഞ്ഞു നിർത്തി.
നീ ഏതാടാ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നേ? ചേരിയിൽ നിന്ന് ഈ ഹോട്ടലിൽ ഫുഡ് അടിക്കാൻ വന്നതാണോ? ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലല്ലോ. മര്യാദയ്ക്ക് ഇറങ്ങി പോടാ. അഭിനവന്റെ ചെരുപ്പും വേഷവും കണ്ടിട്ടാണ് അവനെ അവിടെ നിന്ന് സെക്യൂരിറ്റി ഇറക്കി വിടാൻ ഒരുങ്ങിയത്. അഭിനവന് ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയേ പറ്റൂ. പക്ഷെ അവന്റെ വേഷവിധാനം കണ്ട് അവനെ അവർ അകത്തേക്ക് കയറ്റി വിട്ടില്ല. ഞാൻ ഈ ഹോട്ടലിന്റെ ഓണർ വിക്രമിനെ കാണാൻ വന്നതാണ്. എന്താ പറഞ്ഞേ? വിക്രം സാറിനെ കാണാവുന്നതാണോ? നിന്നെ പോലത്തെ ലോക്കൽസിനെ കൊണ്ട് വിക്രം സാർ ബാത്റൂം പോലും കഴിയിക്കില്ല. പിന്നെയാണ് അദ്ദേഹത്തെ കാണാൻ കാര്യം വന്നിരിക്കുന്നത്. അവന് മുതലാളിയെ കാണണമെന്ന്. മര്യാദയ്ക്ക് ഇറങ്ങി പോടാ. ഇത്രയും പറഞ്ഞ ശേഷം സെക്യൂരിറ്റി ജീവനക്കാർ എല്ലാവരും കൂടി അഭിനവനെ ഹോട്ടലിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി. അപ്പോഴേക്കും പഴയ കാമുകി വൈഷ്ണവിയും അവളുടെ ബോയ് ഫ്രണ്ടും ദേവനും അവിടേക്ക് വന്നു. എടേ എക്സ് ബോയ് ഫ്രണ്ട്, ഭിക്ഷക്കാരൻ ഇങ്ങനെ അപമാനിക്കല്ലേ? കുറെ നാളെ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഹോട്ടലിൽ ബാക്കി വന്ന വല്ല ഫുഡ് ഉണ്ടെങ്കിൽ ഇവൻ എടുത്തു കൊടുക്ക്. അവൻ നിന്നോളും. കുറെ നാളായുള്ള വിശപ്പുണ്ടാവും പാവം. കുറച്ചു നാളുകൾക്ക് മുമ്പ് അഭിനവ് അവന്റെ ജീവന തുല്യം സ്നേഹിച്ച പെണ്ണാണ് ഇപ്പോൾ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ നികൃഷ്ടമായി അപമാനിക്കുന്നത്. എനിക്ക് ആദ്യം വിശ്വാസം തോന്നിയില്ല ഈ പിച്ചക്കാരൻ നിന്റെ പഴയ ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞത്. അവരുടെ ഈ കളിയാക്കൽ കേട്ട് അഭിനവന് കൂടുതൽ ദേഷ്യം വന്നു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ആഡംബരക്കാർ ഹോട്ടലിന്റെ മുന്നിൽ വന്നിറങ്ങി. വിക്രം സാർ വന്നു. അയാൾ വന്ന ഉടനെ തന്നെ സെക്യൂരിറ്റിയും മറ്റു ഗാർഡുകളും വന്ന് കാറിനെ വളഞ്ഞു. അപ്പോഴേക്കും ആഡംബര കാറിൽ നിന്ന് വിക്രം ഇറങ്ങി. കാറിൽ നിന്ന് ഇറങ്ങിയ വിക്രം ഹോട്ടലിന്റെ മുന്നിലെ ആളും ബഹളവും കണ്ട് ഇങ്ങനെ ചോദിച്ചു: ഹോട്ടലിന്റെ ലോബിയിൽ എന്താ ഇത്ര ആൾക്കൂട്ടം? അറിയില്ല സാർ. ഏതോ ഒരു ദരിദ്രവാസി വന്ന് ലോബിയിൽ അലമുണ്ടാക്കുക. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനോ ഈ ഹോട്ടലോ ഇങ്ങനെയുള്ള ദരിദ്രവാസികളെ ഒരിക്കലും എന്റർടൈൻ ചെയ്യിക്കാറില്ലെന്ന്. അവനെ തൂക്കിയെടുത്ത് വെളിയിലെറിയും. വിക്രമിന്റെ വാക്ക് കേട്ടതും അയാളുടെ ഗാർഡ് പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് അഭിനവനെ പുറത്തേക്കാക്കി. ഗാർഡ് അഭിനവനെ വിക്രത്തിന്റെ മുന്നിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. അപ്പോഴേക്കും വിക്രമിന്റെ കണ്ണുകൾ അഭിനവന്റെ കയ്യിലെ മോതിരത്തിൽ ഉടക്കി. ആ മോതിരം കണ്ട ഉടനെ തന്നെ വിക്രമിന്റെ കണ്ണുകളിൽ ഒരു ഭയം നിഴലിച്ചു. അയാൾ ഗാർഡുകളോട് അഭിനവനെ വെറുതെ വിടാൻ ആവശ്യപ്പെട്ടു. അയാളെ വിട് സാർ. അഭിനവന്റെ കയ്യിലെ മോതിരം കണ്ടിട്ടാണ് വിക്രം ഭയപ്പെട്ടത്. ടൈഗർ. ആ മോതിരം കണ്ട ഉടനെ തന്നെ കോടീശ്വരനായ വിക്രം അഭിനവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. സോറി സാർ, എനിക്ക് സാറിനെ മനസ്സിലായില്ല. എനിക്ക് മാപ്പ് തരൂ ടൈഗർ. എന്തുകൊണ്ടായിരിക്കാം നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ വിക്രം അഭിനവനെ കണ്ട് ഭയപ്പെട്ടു നിന്നത്? ആ മോതിരത്തിന്റെ കഥ എന്തായിരുന്നു? എല്ലാത്തിന്റെയും സത്യാവസ്ഥ എന്തായിരുന്നു? വിക്രവുമായി ഹോട്ടലിൽ നടന്ന സംഭവത്തെപ്പറ്റി അഭിനവ് അവന്റെ ഭാര്യ അനന്യയോട് ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം അവൻ അനന്യയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി അവളുടെ ഓഫീസിലേക്ക് വന്നു. ഓഫീസിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നതായി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് വന്നത്. അനന്യ മേനോന്റെ കമ്പനിയുടെ ടെൻഡർ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു. ഈ ന്യൂസ് ഫ്ലാഷ് ആയതുകൊണ്ട് കൂടി അനന്യ മേനോന്റെ കമ്പനിയുടെ ഷെയർ മൂക്കുകുത്തി താഴേക്ക് വീണു. അനന്യ മേനോൻ അവരുടെ കമ്പനിക്കുണ്ടായ നഷ്ടം എങ്ങനെയാണ് നികത്താൻ പോകുന്നത്? ഗൈസ്, the situation doesn't look good. ഇത് നമ്മുടെ അവസാനത്തെ ചാൻസ് ആണ്. ഈ കമ്പനിയെ പൊളിച്ചു പണിയാനുള്ള ലാസ്റ്റ് ചാൻസ്. ശ്രീരാഗ് അനന്യയുടെ ഫാമിലി ഫ്രണ്ടും ബിസിനസ് പാർട്ട്ണറുമാണ്. മുത്തശ്ശൻ ഹരിദേവ മേനോന്റെ മരണശേഷം കമ്പനി ഏറ്റെടുത്ത അനന്യ ഒരു സഹായത്തിന് വേണ്ടിയാണ് ശ്രീരാഗിനെ പാർട്ട്ണറായി കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ അവൻ അനന്യയോട് പ്രണയമായിരുന്നു. പക്ഷെ അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ മേനോൻ അതിനെല്ലാം മുമ്പേ തന്നെ അനന്യയുടെ വിവാഹം ഒരു സാധാരണക്കാരനായ ഒരു ഡെലിവറി ബോയുമായി നടത്തിയിരുന്നു. കമ്പനിക്ക് ഉണ്ടായ നഷ്ടം എങ്ങനെ നികത്തണമെന്ന് അനന്യ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഇപ്രകാരം പറഞ്ഞു: ടെൻഡർ നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ മുഴുവൻ ഇൻവെസ്റ്റേഴ്സും ഫണ്ട് ക്യാൻസൽ ചെയ്തു. ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓൾസോ ഡസൻസ് ലുക്സ് ഗുഡ്. ഇതിങ്ങനെ തുടർന്നാൽ പിന്നെ നമ്മൾ എല്ലാവരും നടുത്തെരുവിൽ ചെന്നിരിക്കേണ്ടതായിട്ട് വരും. മോഹിത്, നിനക്ക് നല്ലോണം അറിയാം ഈ കമ്പനി ഇങ്ങനെ ആക്കാൻ വേണ്ടി എന്റെ മുത്തശ്ശൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുവെന്ന്. വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് മാത്രമല്ല വിദേശത്തേക്ക് പോലും കമ്പനി വളർന്നിരിക്കുക. അതെങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ മൂക്കുകുത്തി വീഴാൻ പോകുന്നത്? അതൊരിക്കലും സംഭവിക്കില്ല. എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ വരും. അനന്യ,
നിങ്ങളുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്ന സമയത്തുള്ള അവസ്ഥയല്ല ഇത്. മുമ്പ് നമുക്ക് സ്ട്രോങ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ടുണ്ടായിരുന്ന ബിസിനസ് ഡീൽസ് ശ്രീരാഗിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ പേരിൽ നിർത്തിവെച്ചു. അതാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഓ സോറി ബോർഡ് മെമ്പർ സർ, നോട്ട് അഗെയിൻ. ഈ ന്യൂസിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിയല്ല. ദാറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. മോത്തി, ലെറ്റ്സ് സീ യുവർ പ്ലാൻ. രവികാന്ത് അനന്യയുടെ മുത്തച്ഛന്റെ കാലം മുതൽ ബോർഡ് മെമ്പർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു. അയാളുടെ കൂടെ കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് അനന്യയുടെ കമ്പനി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളരാൻ കാരണം. പക്ഷേ ശ്രീരാഗിന്റെ വരവോടെ രവികാന്തിന് ഒരു വോയിസും ഇല്ലാതെയായി. ഇതൊന്നും അറിയാതെയാണ് അഭിനവ് അനന്യയുടെ ഓഫീസിലേക്ക് കയറി വന്നത്. ഗുഡ് മോർണിംഗ് മിസ്സിസ് ലോബോ. വാട്ട് എ ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ മൺഡേ. എന്തുണ്ട് വിശേഷം? എന്താ ഈ ഓഫീസ് മുഴുവൻ ഡള്ളായിട്ടിരിക്കുന്നത്? നീ ഭർത്താവ് ഉദ്യോഗം നോക്കി വീട്ടുജോലി ചെയ്തിരുന്നാ മതിയോ? ഇടയ്ക്ക് ന്യൂസും ചുറ്റും നടക്കുന്ന കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഭാര്യയുടെ കമ്പനി മൂക്ക് കുത്തി വീഴാൻ പോകുന്നു. ബിസിനസ് എല്ലാം തകരാൻ പോവാ. ഞാനിതൊന്നും അറിഞ്ഞില്ല. നീ കാണ്. ഗവൺമെന്റ് ടെൻഡർ ക്യാൻസൽ ആയതുകൊണ്ട് അനന്യ മേനോന്റെ കമ്പനിയുടെ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്നു. വെന്റിലേറ്ററിൽ കഴിയുന്ന അനന്യ മേനോന്റെ കമ്പനി രക്ഷപ്പെടണമെങ്കിൽ 200 കോടി രൂപ വേണം. അനന്യ മേനോന്റെ ടെൻഡർ ഇപ്പോൾ അഹൂജ ഇൻഡസ്ട്രി കൈക്കലാക്കിയിരിക്കുകയാണ്. ഹലോ മാം, ഐ വിൽ ബ്രിങ് ദ ഫയൽസ് ടു യുവർ ക്യാബിൻ റൈറ്റ് നൗ. എന്നിട്ട് അനന്യ എവിടെ? പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതൊന്ന് പോയി തരൂ. എനിക്ക് അനന്യയുടെ അടുത്ത് പോണം. ഐ നീഡ് ടു മീറ്റ് ഹെർ റൈറ്റ് നൗ. നീ ഇപ്പൊ വീട്ടിലേക്ക് പോ. അനന്യ എവിടെ? കോൺഫറൻസ് റൂമിലുണ്ട്. താങ്ക് യു മാം. അബി പോരുത്. അനന്യ, അനന്യ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കോൺഫറൻസ് റൂമിൽ ഇടിച്ചു കയറി വന്ന അഭിനവനെ എല്ലാവരും ദേഷ്യത്തിൽ നോക്കി. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം മേനോൻ കുടുംബത്തിലെ വെറുമൊരു വേലക്കാരനാണ് അഭിനവെന്ന്. അഭിനവ്, പ്ലീസ് ഗെറ്റ് ഔട്ട്. അനന്യ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റും. എന്റെ മുന്നിൽ അതിന്റെ വഴികളുണ്ട്. എനിക്കൊരു അവസരം താ. അഭിനവന്റെ ഈ പെർഫോമൻസ് കണ്ട് ശ്രീരാഗ് അവന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഇത് കോൺഫറൻസ് റൂമാണ്. കമ്പനിയുടെ കാര്യം പറയാൻ വേണ്ടി ഇതിനകത്ത് എങ്ങനെ ധൈര്യം വന്നു? അനന്യ, ആദ്യം നീ കമ്പനിയിൽ നിന്ന് പുറത്താക്കേണ്ടത് ഇവനെയാ. ഇവനെ എന്ന് പുറത്താക്കുന്നുവോ അന്ന് ഈ കമ്പനി രക്ഷപ്പെടും. അനന്യ, ടേക്ക് യുവർ ഓൺ ഡിസിഷൻസ്. ശ്രീരാഗ് അഭിനവനെ കോൺഫറൻസ് ഹാളിന് പുറത്തേക്ക് ഇറക്കി വിട്ടു. സെക്യൂരിറ്റി, ഇവനെ ഇറക്കി വിട്. സെക്യൂരിറ്റി അഭിനവനെ ഇറക്കിവിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ റിസപ്ഷനിസ്റ്റ് അവിടേക്ക് നടന്നു വന്നു. സർ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ് മാറ്റർ. യു ക്യാൻ ഗോ ഇൻസൈഡ് ഫോർ ദ മീറ്റിംഗ്. ശരി, നിങ്ങൾ ഫയൽസ് കൊണ്ടുവന്നല്ലോ, ഇവനെ ഇറക്കി വിട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീരാഗ് കോൺഫറൻസ് ഹാളിന്റെ ഉള്ളിലേക്ക് കയറി. അവനെ വിട്. പിടിച്ച് പുറത്താക്കാൻ അവൻ കള്ളനല്ല. ഈ കമ്പനിയുടെ മുതലാളി അനന്യയുടെ ഭർത്താവാണ്, മേനോൻ കുടുംബത്തിന്റെ മരുമകൻ. അതെല്ലാം നിങ്ങൾ മറന്നുപോയോ? താങ്ക് യു മിസ്സിസ് ലോബോ. നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹം അവളുടെ അമ്മ പോലും അവളോട് കാണിക്കുന്നില്ല. യു ഇഡിയറ്റ്, കം വിത്ത് മീ റൈറ്റ് നൗ. നിനക്ക് എങ്ങനെ ഈ കമ്പനിയുടെ ക്രൈസിസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നത്? എന്നോട് ആരും ഒന്നും പറയാറില്ല. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം. അത് കിട്ടിയില്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. എന്ത് ഇൻഫർമേഷനാണ് നിനക്ക് വേണ്ടത്? എനിക്ക് ഈ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം. ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം. അതിനുശേഷം ബാലൻസ് ഷീറ്റും കാണും. അത് കണ്ടല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അബി, നീ എല്ലാം കണ്ടതല്ലേ? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്? കമ്പനിയുടെ ഒരു എംപ്ലോയി പോലും നിന്റെ അത്ര ആത്മാർത്ഥത കാണിക്കുന്നില്ല. ഇങ്ങനെ പോയ എങ്ങനെ കമ്പനി രക്ഷപ്പെടുന്നത്? ആ, നിന്റെ വാക്ക് കേൾക്കുന്ന ഒരാള് ഈ ഓഫീസിലുണ്ട്. ആരാണ്? രവികാന്ത് സർ. അദ്ദേഹം അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ് മേനോന്റെ കാലം തൊട്ട് ഇവിടെയുണ്ട്. അയാൾ അദ്ദേഹവുമായി ഭയങ്കര ക്ലോസ് ആയിരുന്നു. ശ്രീരാഗ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ വോയിസ് ഇല്ലാതെ. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ആ രവികാന്ത് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറാ. ഓരോ മണിക്കൂറിലും ഓരോ സിഗരറ്റ് വേണം. നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. അയാൾ എന്തായാലും സിഗരറ്റ് വലിക്കാൻ ഇങ്ങോട്ടേക്ക് വരും. അപ്പോ നീ ഇടിച്ചു കയറി അയാളോട് സംസാരിച്ചാ മതി. അയാളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം. ഐ എം ഷുവർ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, എനിക്കിപ്പോ പോണം. ഓൾ ദി ബെസ്റ്റ്. കുറച്ചു നേരം കാത്തിരുന്ന ശേഷം അഭിനവ് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഹലോ, ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ലേ? എന്തുണ്ട് വിശേഷം? ഹലോ അഭിനവ് സാർ, എന്തുപറ്റി വിളിക്കാൻ? എന്നെ കൊണ്ട് എന്ത് സഹായം വേണ്ടത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചെറിയൊരു സഹായം വേണം. ഒരു സാധാരണ ഡെലിവറി ബോയ്ക്ക് കേന്ദ്രമന്ത്രിയുമായി എന്ത് ബന്ധമാണുള്ളത്? കേന്ദ്രമന്ത്രി എങ്ങനെയാണ് അഭിനവനോട് ഇത്ര വിനയത്തോടെ സംസാരിച്ചത്? ഫോണിലൂടെ അഭിനവ് തനിക്ക് വേണ്ട സഹായം ആവശ്യപ്പെട്ടു. അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ രവികാന്ത് സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. മന്ത്രി സാറേ, ഞാൻ പറഞ്ഞ കാര്യം സീക്രട്ട് ആയിരിക്കും. കാര്യം നടന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ?
രവികാന്ത് സാർ, നിങ്ങളുടെ ഈ കമ്പനിയിൽ DK അസോസിയേറ്റ്സുമായി ഇപ്പോഴുള്ള ബന്ധം എങ്ങനെയാ? DK അസോസിയേഷൻസിന് നമ്മുടെ കമ്പനിയുമായി വളരെ അടുപ്പമാണ്. പക്ഷെ അഭിനവ്, നിനക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി അറിയാവുന്നത്? അയാൾ അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ അഭിനവ് അയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ രവികാന്ത് അയാൾ വലിക്കാൻ വെച്ചിരുന്ന സിഗരറ്റ് അകത്തേക്ക് വെച്ച് അഭിനവിനെ കോൺഫറൻസ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എടാ ദരിദ്രവാസി അഭിനവ്, നീ ഇതുവരെ പോയില്ലേ? ശ്രീരാവ്, ബിഹേവ് യുവർസെൽഫ്. അനന്യ, നമുക്ക് അഭിനവിന് ഒരു അവസരം കൊടുക്കാം. ഹി ഹാസ് എൻ എക്സലന്റ് പ്ലാൻ. പ്ലാനോ? പാലാരി വട്ടത്ത് തട്ടുകട ഇടാനുള്ള പ്ലാൻ ആയിരിക്കും. എടാ ശ്രീരാഗേ, നിന്റെ പ്രായത്തേക്കാൾ എക്സ്പീരിയൻസ് എനിക്ക് ഈ കമ്പനിയിലുണ്ട്. നിങ്ങൾ അഭിനവ് പറയുന്ന ഒന്ന് കേൾക്ക്. ഹി ഹാസ് എ പോയിന്റ്. അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങളെന്താ അവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചോ? എല്ലാവരും കൂടി അഭിനവിനെ കളിയാക്കിയപ്പോൾ അനന്യ അവളുടെ മുത്തച്ഛൻ മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞത് ഓർത്തു. മോളെ, നിന്നെ കൊണ്ട് അഭിനവിനെ കല്യാണം കഴിപ്പിച്ചതില് മുത്തച്ഛന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അവൻ നിനക്ക് ഏറ്റവും നല്ല പാർട്ട്ണറായിരിക്കും. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ, നിനക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും അവൻ മാത്രമേ നിനക്കെന്നും കൂട്ടായിട്ടുണ്ടായിരിക്കുള്ളൂ. മുന്നിൽ നടക്കുന്ന വഴക്ക് കൂടിയപ്പോൾ അനന്യ ദേഷ്യത്തിൽ എഴുന്നേറ്റു. ശ്രീരാഗ്, മര്യാദയ്ക്ക് സംസാരിക്കേ. ഈ കമ്പനി നിന്റെ അല്ല, എന്റെയാ. എല്ലാ ഡിസിഷൻസിന്റെയും വീറ്റോ പവർ എന്റെ കയ്യിലാ. സിറ്റ് ഡൗൺ. അഭിനവ്, ഇരിക്കെ. നീ പറ. അനന്യ തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരുങ്ങിയപ്പോൾ അഭിനവന് സന്തോഷമായി. രവികാന്ത് അഭിനവനെ തന്റെ അടുത്തുള്ള കസേരയിലിരുത്തി. മുന്നിൽ വെച്ചിരുന്ന വെള്ളം അഭിനവ് കുടിച്ചു. അനന്യ, എനിക്ക് ആദ്യം കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെയും ഡീറ്റെയിൽസ് വേണം. എല്ലാത്തിനും പുറമെ എനിക്ക് ബാലൻസ് ഷീറ്റും കാണണം. അത് കാണാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ദിസ് ഈസ് ടു മച്ച്. നമ്മൾ അങ്ങനെ ഇതുവരെ ആരോടും കമ്പനി ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടില്ല. മോഹിത്, ഫയല് അഭിനവിന് കൊടുക്ക്. നീ ഇപ്പോഴും ഈ പൊട്ടന്റെ വാക്ക് വിശ്വസിക്കുകയാണോ? പാസ് ഫയൽ. ശ്രീരാഗ്, വൈ ഡോണ്ട് യു മൈൻഡ് യുവർ ലാംഗ്വേജ്? അഭിനവ് എന്റെ ഭർത്താവാന്ന കാര്യം നീ എന്താ ഓർക്കാത്തെ? 2 വർഷത്തിന് ശേഷമാണ് അനന്യ അഭിനവനെ തന്റെ ഭർത്താവായി പൊതുസ്ഥലത്ത് വെച്ച് അംഗീകരിക്കുന്നത്. അതവന് കൂടുതൽ സന്തോഷം നൽകി. ഓഡിറ്റർ കൊടുത്ത ഫയൽ അഭിനവ് പരിശോധിക്കാൻ തുടങ്ങി. അനന്യ, ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിലെ ലാസ്റ്റ് ട്രാൻസാക്ഷനിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. നീ എന്ത് തേങ്ങയാ പറയുന്നത്? ഇത് ചുമ്മാവിന്റെ ഷോയാ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ. ഈ കമ്പനി തകരുന്നത് നീ എങ്ങനെ തടയുമെന്ന് ആദ്യം പറ. നീ എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ ഷെയർ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ കമ്പനിയുടെ ഷെയർ ബൈബാക്ക് ചെയ്യാൻ പോവാ. ബ്രില്യൻ്റ് ഐഡിയ. നീ എന്താ വിചാരിച്ചേ? ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല എന്നാണോ നീ കരുതിയത്? അഭിനവ്, നമ്മുടെ കയ്യിൽ ഫണ്ട് കുറവാ. ഓൾറൈറ്റ്, ലെറ്റ് മീ മേക്ക് എ കോൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് ഫോൺ എടുത്ത് വിളിച്ചു. അവൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് കോൺഫറൻസ് ഹാളിലിരുന്ന് അനന്യ ഉൾപ്പെടെയുള്ള എല്ലാവരും ഞെട്ടി. മിസ്റ്റർ വിക്രം, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക്. DK കമ്പനി ഫണ്ടിൽ നിന്ന് 500 കോടി ഞാൻ പറയുന്ന കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതിനുശേഷം DK കമ്പനി ഞാൻ പറയുന്ന കമ്പനിയുമായി മെർജ് ആയി എന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യും ഉടനെ തന്നെ. പിന്നെ നീ അഹൂജ കമ്പനിയുടെ എല്ലാ ഷെയറും ക്യാൻസൽ ചെയ്യും. രവികാന്ത് ഒഴികെ എല്ലാവരും അഭിനവ് പറയുന്നത് കേട്ടുണ്ടായ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. ഇത്രയും വലിയ കാര്യങ്ങൾ തന്റെ ഭർത്താവ് എങ്ങനെയാണ് പറയുന്നതെന്ന് അനന്യയും ആലോചിച്ചു. ഇത്രയും വലിയ കമ്പനി മുതലാളിയുമായി അഭിനവ് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി സംസാരിച്ചതെന്ന് അവൾ ചിന്തിച്ചു. അഭിനവ്, നീ ആരാ? അനന്യയുടെ ഈ ചോദ്യം കേട്ട് അഭിനവ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഭർത്താവ് ഉദ്യോഗം നോക്കി നടക്കുന്ന അഭിനവ് എങ്ങനെയാണ് മുങ്ങിക്കൊണ്ടിരുന്ന അനന്യയുടെ കമ്പനിയെ രക്ഷിച്ചത്? 500 കോടി എങ്ങനെയാണ് ഒരു സാധാരണ പയ്യന്റെ കയ്യിൽ ഒരു നിമിഷം കൊണ്ട് വന്നത്? DK പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എങ്ങനെയാണ് അനന്യയുടെ കമ്പനിയുമായി ഇത്ര നിസ്സാരമായി മെർജായത്?
ഗവൺമെന്റ് ടെൻഡർ അനന്യയുടെ കയ്യിൽ നിന്ന് പോവാൻ കാരണം ശ്രീരാഗം മോത്തിക്കുമാണെന്ന് ശ്രീരാഗ് അറിഞ്ഞു. ഇപ്പൊ കിട്ടിയ ഫ്രഷ് ന്യൂസ് ആണ്. ടൈഗർ മടങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വേണ്ട, മടങ്ങി വന്നല്ലേ ഉള്ളൂ. കുറച്ചു ദിവസം എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇപ്രാവശ്യം പഴയ തെറ്റ് ചെയ്യരുത്. ടൈഗർ എന്തൊരു പേടിത്തൊണ്ടനാ നീ. ഒന്ന് പുറകെ ഓടുകയെങ്കിലും ചെയ്യടാ. അത് അനന്യ, ഞാൻ നിന്നെ കൊണ്ട് ഒന്നും നടക്കില്ല. പ്ലീസ് ആരെങ്കിലും ഓടി വരണേ. കള്ളൻ കൊള്ളാം. അന്ന് ചില ഗുണ്ടകൾ വന്ന് നിന്റെ ഭാര്യയെ ചീത്ത വിളിച്ചപ്പോ നിന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ലല്ലോ. ഇന്നിപ്പോ ദേ ഇതും. ആ ഫോൺ എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നോ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യു നോ വാട്ട്, നിന്നെ പോലെ ഒരുത്തനെ കെട്ടിയതിൽ എനിക്ക് നാണക്കേട് തോന്നുന്നു. എന്റെ അച്ഛൻ വിചാരിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്റ്റാറുമായി വരെ എന്റെ കല്യാണം നടത്തുവാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്റെ മുത്തശ്ശൻ നിന്നെ പോലൊരു ദരിദ്രവാസിയെ എന്തിനു എന്റെ തലയിൽ കെട്ടിവെച്ചതെന്നാ എനിക്ക് ഇനിയും മനസ്സിലാകാത്തത്. ഓ ഗോഡ്. അഭിനവ് ഒരു ദരിദ്രനും അനാഥനുമായിട്ടാണ് വളർന്നത്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പണക്കാരിയായ അനന്യയെ അവന് വിവാഹം ചെയ്യേണ്ടി വന്നു. അനന്യയുടെ ഭാരിച്ച ചെലവുകളൊക്കെ നോക്കി അവളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവോ പണമോ അവന്റെ കയ്യിലില്ലായിരുന്നു. ഭാര്യ വീട്ടിൽ താമസിച്ചിരുന്ന അഭിനവിന് അവിടെ ഒരു ബഹുമാനവും കിട്ടിയിരുന്നില്ല. അവിടുത്തെ വേലക്കാരികൾ പോലും അവനെ വഴക്കു പറയുമായിരുന്നു. ഡാഡാ, ഞാൻ ഈ തറ ഇപ്പൊ തുടച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും നീ ചെരുപ്പിട്ട് വന്ന് അതൊക്കെ വൃത്തികേടാക്കിയല്ലേ? നിന്റെ തന്തയുടെ വീടല്ല ഇത്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നും പറഞ്ഞ എന്റെ പപ്പയെ പറ്റി പറയാനുള്ള അവകാശം നിനക്ക് ആരാ തന്നത്? അത്ര വലിയ തന്തയുടെ മകനാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ഭാര്യ വീട്ടിൽ താമസിച്ച് അനന്യ മേഡത്തിന്റെ ചെലവിൽ കഴിയുന്നേ? പറ. അഭിനവ്, ഞാൻ ഇപ്പോഴാണ് എന്റെ സ്പെയർ ഫോണിലെ വാട്സപ്പ് നോക്കിയത്. എന്റെ ഫോൺ മോഷ്ടിച്ച കള്ളൻ എന്റെ ഫ്രണ്ട് റോഷിനിയോട് ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാനാണ് ആ മെസ്സേജ് അയച്ചെന്ന് കരുതി അവൾ പോവുകയും ചെയ്തു. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നോ എന്റെ പേടി. ഇത് കേട്ട അനന്യയുടെ അമ്മ ശാർമിള അങ്ങോട്ടേക്ക് വന്നു. അനന്യ, നീ ഇതെന്താ പറയുന്നത്? അരമണിക്കൂർ മുമ്പാണ് നിന്റെ നമ്പറിൽ നിന്നും എനിക്ക് മെസ്സേജ് വന്നത്. ഒരു അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ പൈസ അയക്കുകയും ചെയ്തു. അമ്മ എന്തിനാ ട്രാൻസ്ഫർ ചെയ്യാൻ പോയത്? ദൈവമേ. അത് കേട്ടതും അനന്യയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. എന്നാൽ അവളെ ഏറ്റവും പേടിപ്പിച്ചത് തന്റെ ഫ്രണ്ട് റോഷ്നിയെ ആ കള്ളൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിച്ചപ്പോഴാണ്. അഭിനവ്, നീ അന്നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ? നീ ഒരു തരി ധൈര്യമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ആ കള്ളനെ പിടിക്കാൻ നമുക്ക് പറ്റിയേനെ. ഐ എം വാർണിംഗ് യു. റോഷ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ നിന്നെയും ജയിലടയ്ക്കും. നിന്നെ പോലെ ഒരു ഹസ്ബൻഡിനോട് എനിക്ക് ഒരു തരി സഹതാപം പോലും ഉണ്ടാകില്ല. ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കുന്നത് എന്തിനാ? പോയി പോലീസിൽ ഇൻഫോം ചെയ്യേ, അതോ അതിന് ഞാൻ തന്നെ പോണോ ഇനി? അത് കേട്ടതും അഭിനവ് ആ വീട്ടിൽ നിന്നിറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസും വന്നില്ല, അഭിനവും മടങ്ങി വന്നില്ല. അനന്യയ്ക്ക് എന്തോ കുഴപ്പം തോന്നി. അവൾ അഭിനവിനെ ഫോണിൽ വിളിച്ചു. എന്നാൽ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവളുടെ ദേഷ്യം 10 ഇരട്ടിയായി. ഇവൻ എന്തിനാ ഫോൺ ഓഫ് ചെയ്തത്? എന്താ പറ്റിയേ? ഇത് എന്റെ ഫ്രണ്ടിന്റെ സേഫ്റ്റിയുടെ പ്രശ്നോ? എന്നിട്ടാണ് ആ അഭിനവ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയത്. ഇങ്ങനെ ഒരു ക്രൂരനെ കൊണ്ടാണല്ലോ മുത്തച്ഛൻ എന്നെ കെട്ടിച്ചത്. അനന്യയുടെ അമ്മ ശാർമിളയ്ക്കും അഭിനവിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ അവൾ അനന്യയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അഭിനവിനെ പറ്റി ചോദിച്ചപ്പോൾ പോലീസുകാരൻ പറഞ്ഞ ഉത്തരം കേട്ട് അവളുടെ ദേഷ്യം വീണ്ടും കൂടി. അഭിനവ് എന്ന പേരുള്ള ആരും ഇന്നിവിടെ വന്നിട്ടില്ലല്ലോ. മാത്രമല്ല മോഷണത്തിന്റെ പരാതി ഒന്നും കിട്ടിയിട്ടില്ല. ആ അഭിനവ് ഇനി എന്റെ മുന്നിലെങ്ങാനും വന്നാ അവന്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇൻസ്പെക്ടർ, എന്റെ ഫോണിൽ നിന്ന് മോഷണം പോയി. മാത്രമല്ല എന്റെ ഫ്രണ്ട് റോഷ്നി അപകടത്തിലുവാ. ഇൻസ്പെക്ടർ FIR എഴുതാൻ തുടങ്ങിയപ്പോഴാണ് അനന്യയുടെ 2ാമത്തെ ഫോണിൽ നിന്ന് ഒരു കോള് വന്നത്. അത് ആ കള്ളന്റെ കെണിയിൽപ്പെട്ട റോഷ്നിയുടെ നമ്പറിൽ നിന്ന് വന്ന കോളായിരുന്നു. റോഷ്നി, ഹലോ റോഷ്നി. ഹായ് അനന്യ, താങ്ക് ഗോഡ്. അഭിനവ് കാരണം മാത്രം എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ആ ഗുണ്ടകൾ ഭയങ്കര ക്രൂരന്മാരായിരുന്നു. അഭിനവ് കാരണം ജീവൻ തിരിച്ചു കിട്ടിയെന്നോ? എന്ന് വെച്ചാ നീ ഇപ്പൊ എവിടെയാ? ഞാൻ എല്ലാം നേരിട്ട് വന്നിട്ട് പറയാം. ഇരിക്കെ, നീ ഓക്കെ ആണോ? പറ, എന്താ സംഭവിച്ചത്? നിന്റെ ഫോൺ അടിച്ച് മാറ്റിയവർ ചെറിയ ടീമൊന്നും അല്ലായിരുന്നു. ഐ എം ഷുവർ അവർ വലിയ ഗുണ്ടകളായിരുന്നു. മാത്രമല്ല അവർ ഒരു വലിയ ഗ്യാങ്സ്റ്ററിന് വേണ്ടിയാ ജോലി ചെയ്യുന്നത്. ആ ഗ്യാങ്സ്റ്റർ ദുബായിലാണ് താമസിക്കുന്നത്. സർ, എനിക്ക് ഉറപ്പാണ് അവർ ഹ്യൂമൻ ട്രാഫിക്കിന്റെ വലിയൊരു റാക്കറ്റ് ആണ്. ഞാൻ അവരുടെ കസ്റ്റഡിയിലായിരുന്നപ്പോ അവർ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പ്ലീസ് എന്നെ വെറുതെ വിടും. ഞാൻ എന്റെ ഫ്രണ്ട് അനന്യ പറഞ്ഞിട്ട് വന്നതാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് അനന്യ അവളുടെ ഹസ്ബൻഡ് അഭിനവിനെ പറ്റി കുറ്റം പറയാൻ വേണ്ടി എന്നെ വിളിച്ചതാണെന്നാണ്. പ്ലീസ്. ഈ പെണ്ണെ എന്താ പറഞ്ഞേ? ആരാ ഈ അഭിനവ്?
പിന്നെ എന്താ സംഭവിച്ച റോഷ്നി? അയാൾ എന്നോട് പറഞ്ഞു അഭിനവിന്റെ ഫോട്ടോ എന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ. എന്താ കാരണം എന്നറിയില്ല, പക്ഷേ അയാൾ അഭിനവിന്റെ ഫോട്ടോ കണ്ടതും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അഭിനവിന്റെ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയിട്ട് അയാൾ ചോദിച്ചു, ഈ മോതിരം? എനിക്ക് മനസ്സിലായില്ല ആ ഗാങ്സ്റ്റർ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നതെന്ന്. അയാൾ അപ്പൊ തന്നെ എന്നെ വെറുതെ വിട്ടു. അതിന്റെ കാരണം എന്താണെന്നും എനിക്ക് അറിയില്ല. എടാ മണ്ടന്മാരെ, ഇതെങ്ങാനും ടൈഗർ സാ പറഞ്ഞ എന്നെ നേരിട്ട് വന്ന് വെടിവെച്ച് കൊല്ലും. പെട്ടെന്ന് കെട്ടഴിക്കേ പെങ്ങളെ, വേഗം പൊക്കും. വാട്ട്? ഇതെങ്ങനെ പോസിബിൾ ആകും? അമ്മ, ആ പോക്കറ്റ് അടിക്കാരന്റെ പുറകെ ഓടാൻ പോലും പേടിച്ചു ഒരുത്തനെ ഈ അണ്ടർവേൾഡ് ഗ്യാങ്സ്റ്ററിനെയൊക്കെ എങ്ങനെയാ പരിചയം? മാത്രമല്ല അയാൾ എന്തിനാ അവന് ടൈഗർ എന്ന് വിളിച്ചത്? ഇവര് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. അവനിപ്പോ എവിടെയാ? അമ്മ, എന്റെ ഭർത്താവ് അഭിനവ് ഇത്രയും പവർഫുൾ ആണോ? അവൻ ഇത്രയും പവർഫുൾ ആണെങ്കിൽ പിന്നെന്തിനാ ഒരു അടിമയെ പോലെ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? ദൈവമേ, ഇട്ടം കേട്ടിട്ട് എനിക്ക് തല പിളരുന്നു. ശരിക്കും അഭിനവ് തന്നെയാണോ ടൈഗർ? എങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ഒരു പേടിത്തൊണ്ടനെ പോലെ അഭിനയിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ ആ കള്ളന്മാരുടെ പുറകെ പോവാത്തത്? മാത്രമല്ല ഗ്യാങ്സ്റ്റേഴ്സിനെ വരെ പേടിപ്പിക്കുന്ന അഭിനവ് എന്തുകൊണ്ടാണ് ഒരു അടിമയെ പോലെ ഭാര്യ വീട്ടിൽ വേലക്കാരിയുടെയും അമ്മായിയമ്മയുടെയും ഭാര്യയുടെയും വഴക്ക് കേട്ട് ജീവിക്കുന്നത്? ഒരു ഡെലിവറി ബോയായി അവൻ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾ അനന്യയുടെ മനസ്സിലൂടെയും കടന്നുപോയി. അപ്പോൾ അവളുടെ അമ്മ ശാർമിള പറഞ്ഞു, അനന്യ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ജോലിക്ക് പോകാതെ വീട്ടിൽ ഈച്ച അടിച്ചിരിക്കുന്ന ഒരുത്തൻ, അവനെ ഒരു ഗാങ്സ്റ്റർ എങ്ങനെയാ പേടിക്കുന്നത്? പക്ഷെ ആ തലതെറിച്ചവൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇനി ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. അനന്യ, വാ വീട്ടിൽ പോവാം. അവൻ വരുമ്പോൾ നല്ലത് രണ്ട് ചോദിക്കാനുണ്ട്. അനന്യയും അവളുടെ അമ്മയും വീട്ടിലെത്തി. എന്നാൽ അഭിനവ് അവിടെയും ഉണ്ടായിരുന്നില്ല. എവിടെ പോയി ചത്തു തൊലഞ്ഞോ എന്തോ. അന്ന് മുഴുവൻ അനന്യയുടെ ചിന്ത അതായിരുന്നു. അഭിനവിന്റെ രഹസ്യം എന്താണ്? അവൾ പലതവണ അഭിനവിനെ ഫോണിൽ വിളിച്ചു. പതുക്കെ പതുക്കെ അവൾക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അഭിനവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? അഭിനവ് ഇനി വല്ല ഗ്യാങ്സ്റ്ററോ ഡോണോ മറ്റോ ആണോ? പകൽ ഉണർന്നപ്പോൾ അഭിനവ് തിരിച്ചെത്തി എന്നറിഞ്ഞ അനന്യ അവനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. റോഷ്നി പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അവൾക്ക് അറിയണമായിരുന്നു. പക്ഷേ അനന്യ ഇന്ന് കുറച്ച് ധൃതിയിലായിരുന്നു. അനന്യ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീഡാഗിനെ കെട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഇന്ന് വീട്ടിൽ വരുന്നുണ്ട്. എന്തിനാ രഘുചേട്ടാ വിളിച്ചത്? പെട്ടെന്ന് കടയിൽ പോയി ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വാ. ഇന്ന് അനന്യ മാഡത്തിന്റെ ഓഫീസിലെ ഫ്രണ്ട് ശ്രീരാഗ് വരുന്നുണ്ട്. എന്നും ലേറ്റ് നൈറ്റ് മാഡത്തിന് ഡ്രോപ്പ് ചെയ്യുന്നവൻ. ഭർത്താവ് നീയാണെങ്കിലും സ്വീകരണം കിട്ടുന്നത് ഫ്രണ്ടിനാണല്ലോ. 1 കിലോ ബസുമതി, 1 കിലോ ആട്ട, എന്തോ കിറ്റ്, അവക്കാഡോ, മൊത്തം ചൈനീസ് ആണെന്ന് തോന്നുന്നു. രഘു പണ്ട് മുതലേ അവിടെയുള്ള കുക്കാണെന്ന് അഭിനവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനേക്കാൾ ബഹുമാനം അയാൾക്ക് ആ വീട്ടിൽ കിട്ടിയിരുന്നു. അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിലെ നമ്പർ കണ്ടതും അവന്റെ ശ്വാസം നിലച്ചുപോയി. കാരണം ആ നമ്പർ വിക്രമിന്റെ ആയിരുന്നു. സോറി. എന്താടാ, നിനക്ക് കണ്ണു കണ്ടുകൂടെ? എന്നെ വന്ന് മുട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ എന്തായി ചെയ്യുന്നത്? കൈവിട്. മോനെ, നിനക്കറിയില്ല നീ ആരുടെ ദേഹത്താണ് കൈവച്ചതെന്ന്. രാജുബായുടെ പേര് കേട്ടിട്ടില്ലേ നീ? ബായി 2 തട്ട് തട്ടിയാൽ നീ ഇഴഞ്ഞിഴഞ്ഞ് വീട്ടിൽ പോകേണ്ടി വരും. മനസ്സിലായോ? ഇത് മറ്റേ വീട്ടിലെ അവനല്ലേ? മറ്റേ സുന്ദരിയായ ഭാര്യയും പോങ്ങൻ ഭർത്താവുമുള്ള വീട്ടിലെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യാം. എന്നിട്ട് ഭാര്യയെ കൂടി നമ്മുടെ താവളത്തിൽ വിളിക്കാം. രാത്രി മൊത്തം അടിപൊളി പാർട്ടി കൂടാം. അഭിനവിന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. റിങ് ചെയ്യുന്നത് കണ്ട രാജുഭായ് അവന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി. ഫോൺ താ, ഒരു കാരണവശാൽ ആ കോൾ എടുക്കരുത്. സ്റ്റെപ്പിന്റെ കോളാണോ? പറഞ്ഞില്ലേ, രാജുഭായ് നിന്നെ കൊണ്ടേ പോകും. ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ നിന്റെ സ്റ്റെപ്പിന്റെ മധുര ശബ്ദം. എന്താ അവളുടെ പേര്? അനന്യ. ഫോൺ എടുക്കരുത്. ഹലോ. ആ ഫോണിന്റെ മറുതലക്കിൽ നിന്നുള്ള ശബ്ദം കേട്ട് രാജുഭായിയുടെ മുഖം വിയർത്തു. കൈ വിറച്ചുകൊണ്ട് അയാൾ ഫോൺ നിലത്തിട്ടു. എല്ലാ ഗുണ്ടകളും കൈ കൂപ്പിക്കൊണ്ട് അഭിനവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ഭായ്, എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. സോറി ഭായ്. നിങ്ങളൊരു ദരിദ്രനും പേടിത്തൊണ്ടനുമാണെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ ശരിക്കും ആരാണെന്ന് നിങ്ങളുടെ ഭാര്യയ്ക്കെങ്കിലും അറിയുമോ? എന്നോട് ക്ഷമിക്കൂ ഭായ്. ഭായ് ക്ഷമിക്കൂ പ്ലീസ്. അപ്പോഴേക്കും അവിടെയാകെ പൊടി പറന്നു. എല്ലാവരും ആകാശത്തേക്ക് നോക്കി. ഒരു ഹെലികോപ്റ്റർ താഴേക്ക് പറന്നു വന്നു. എന്തിനാണ് ആ ഹെലികോപ്റ്റർ വന്നത്? എന്തുകൊണ്ടാണ് ആ ഗുണ്ടകൾ അഭിനവിനെ താണു വണങ്ങിയത്? ടൈഗർ ഗ്രൂപ്പിന്റെ മാനേജർ വിക്രവുമായി അഭിനവിന് എന്താണ് കണക്ഷൻ? പിറ്റേ ദിവസം അനന്യയുടെ അമ്മയ്ക്ക് ഒരു ന്യൂസ് ലഭിച്ചു. ശർമിള മാഡം, നിങ്ങളുടെ ദരിദ്രനായ മരുമകൻ അഭിനവില്ലേ, അവൻ ട്രാവൽ ചെയ്ത് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അഭിനവിനെ മോചിപ്പിക്കാൻ 200 കോടിയാണ് അവർ റാൻസം ചോദിക്കുന്നത്. എന്ത്? അവന്റെ പ്ലെയിൻ ഹൈജാക്ക് ആയെന്നോ? ഇതിനേക്കാൾ ഒരു നല്ല ന്യൂസ് വേറെ ഇല്ല. ഞാൻ അവനെ ഇറക്കാൻ 200 രൂപ പോലും ചെലവാക്കില്ല. അപ്പോഴാണ് 200 കോടി.
ആരാ എന്തിനാ ഇത് ആവശ്യപ്പെടുന്നത്? ഇന്നലെ വരെ വേലക്കാരിയുടെ തെറി കേട്ടിരുന്ന, ഭാര്യയുടെ തെറിവിളി കേട്ട് ജോലിക്കാരന്റെ മുറിയിൽ കിടന്നിരുന്ന, വെറും 100 രൂപ വിലയുള്ള ഷർട്ട് ഇട്ടിരുന്ന അഭിനവ് അവന് വേണ്ടി 200 കോടിയുടെ മോചന ദ്രവ്യം ആരായിരിക്കും ആവശ്യപ്പെട്ടത്? അനന്യ, നീ കേട്ടോ അഭിനവിന്റെ കാര്യം? അമ്മ, എനിക്ക് ഈ അഭിനവിന്റെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലേ, കുറച്ച് ഗുണ്ടകൾ ചേർന്ന് റോഷ്നിയെ തട്ടിക്കൊണ്ടുപോയത്? അവരും ഈ അഭിനവിനെ പേടിച്ച അവളെ വെറുതെ വിട്ടത്. കഴിഞ്ഞ ദിവസം അവന് ടൈഗർ ഗ്രൂപ്പിന്റെ വിക്രം സാറിന്റെ കോളും വന്നിരുന്നു. ഞാൻ കരുതി വല്ല സ്പാം കോളും ആയിരിക്കും, ഇഗ്നോർ ചെയ്തേക്കാമെന്ന്. രഘുചേട്ടൻ അവന് സാധനം വാങ്ങാൻ പറഞ്ഞയച്ച ശേഷം ഈ തമ്പുരാൻ പിന്നെ മടങ്ങി വന്നിട്ടുമില്ല. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഈ അഭിനവിനെ എന്ത് കണ്ടിട്ടാ ഹൈജാക്കേഴ്സ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ബാക്കി എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഇവനെ മാത്രം പിടിച്ചു വെച്ചിരിക്കുന്നു മണ്ടന്മാർ. മാത്രമല്ല, എന്താ അവരുടെ ഡിമാൻഡ്? 200 കോടിയോ? എനിക്ക് തോന്നുന്നത് ഈ അഭിനവ് തന്നെ അവരോട് പറഞ്ഞു കാണും അവന്റെ ഭാര്യ വീട്ടിൽ 200 കോടിയുടെ സ്വത്തുണ്ടെന്ന്. അനന്യ മാഡം, അഭിനവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൻ സൈലന്റ് ആണ്. പക്ഷെ ഹൈജാക്ക് ചെയ്തവർ തന്നെയാണ് പറഞ്ഞത് 200 കോടി കിട്ടിയില്ലെങ്കിൽ അഭിനവിനെ അവർ കൊന്നുകളയുമെന്ന്. അപ്പോ പിന്നെ അവനെ രക്ഷിക്കാൻ നമ്മുടെ മുഴുവൻ സ്വത്തും വിറ്റു തുളയ്ക്കണോ? അവൻ ചാകട്ടെ, അത് തന്നെയാണ് നല്ലത് അനന്യയ്ക്കും ഈ ഫാമിലിക്കും. ഷാർമിള TV ഓൺ ചെയ്തു. അപ്പോൾ ടിവിയിൽ കണ്ട ന്യൂസ് കേട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചു. കൊച്ചിയിൽ നിന്നും തുർക്കിയിലേക്ക് പോയി ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അഭിനവ് നാളെ ബന്ദിയാക്കി അവർ 200 കോടിയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇതല്ല. അജ്ഞാതനായ ഒരു കോടീശ്വരൻ അയച്ച 500 കോടിയുമായി അഭിനവിനെ രക്ഷിക്കുവാൻ വന്നവർ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് ചെന്നതും ഉള്ളിൽ നിന്ന് വെടിയച്ചകൾ കേട്ടു. ഹൈജാക്കേഴ്സ് പൈസ വാങ്ങിയ ശേഷം അഭിനവിനെ വധിച്ചതാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയുവാൻ മുഴുവൻ രാജ്യവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ വാർത്ത കേട്ടതും അനന്യയും ഷാർമിളയും കണ്ണു മിഴിച്ചു നിന്നു. അനന്യ വിശ്വാസം വരാതെ ചോദിച്ചു, ആരായിരിക്കും അഭിനവിനെ രക്ഷിക്കാൻ 500 കോടി അയച്ചത്? മുത്തശ്ശന്റെ കയ്യിൽ പോലും അത്രയും പൈസ ഇല്ലല്ലോ. ഈ അഭിനവ് എപ്പോഴാ ഇത്രയും ഇമ്പോർട്ടന്റ് ആയത്? അവന് വേണ്ടി 500 കോടി മുടക്കാൻ വരെ ആളുകളുണ്ടോ? അനന്യ, ഇവൻ ശരിക്കും ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ദരിദ്രനും അനാഥനുമായ അഭിനവിനെ രക്ഷിക്കുവാൻ വേണ്ടി ഇത്രയും പൈസ അയച്ചത് ആരായിരിക്കും? ഫ്ലൈറ്റിനുള്ളിൽ കേട്ട വെടിയൊച്ച അഭിനവിന്റെ ജീവനെടുത്ത് കാണുമോ? അഭിനവിന്റെ ഫോണിലേക്ക് വന്ന ആ കോൾ ആരുടെയായിരുന്നു? എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ വന്നുപെട്ടത് വളരെ പവർഫുള്ളും പണക്കാരനുമായ ഒരു ഇരയാണെന്നാണ്. അവൻ ചത്തെങ്കിൽ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അഭിനവ് സർ ജീവനോടെ ഉണ്ടാകുമോ മേഡം? അവന് വെടി കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ശവം പോലും അവര് വിട്ടുതരില്ല. ഇനി അത് കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. അഭിനവ് സർ ശരിക്കും ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഷട്ട് അപ്പ്, നീ നമ്മുടെ മാനേജറാണ്, ആ കാര്യം മറക്കരുത്. ഐ ഹാവ് പ്രൂഫ് മാഡം. ഇത് നോക്ക്. ഇതിൽ ആരുടെയും പേര് പോലും ഇല്ലല്ലോ. വാട്ട് നോൺസെൻസ്. ഇത് അഭിനവ് സാറിന്റെ ഫയലാണ്. ഇന്നലെ പച്ചക്കറി വാങ്ങാൻ പോയപ്പോ വണ്ടിയിൽ മറന്നു വെച്ചതാണ്. ഇവിടുത്തെ അടുക്കള പണി ചെയ്യുന്നവന്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ഷാർമിള ഫയൽ തുറന്നു വായിക്കാൻ തുടങ്ങി. അതിലെ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ അവരുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവർ ഞെട്ടലോടെ അലറി, അനന്യ, നമുക്ക് തെറ്റുപറ്റി. നീ ഇപ്പോ തന്നെ അഭിനവിനെ വിളിച്ചിട്ട് ആദ്യം തന്നെ അവനോട് മാപ്പ് പറയ. ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം പോക്കാ. അഭിനവിന്റെ സത്യം നമ്മൾ അറിയാതെ പോയല്ലോ. അനന്യ, ഫോൺ ചെയ്യാൻ. ഒരു മിനിറ്റ്, എന്താണ് അഭിനവിന്റെ യാഥാർത്ഥ്യം? എന്താണ് ആ ഫയലിൽ എഴുതിയിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയോ അതിലെന്താണെന്ന്? കോൾ വിളിക്ക. ഷാർമിളയെ ഞെട്ടിക്കുന്ന എന്ത് വിവരങ്ങളാണ് ആ ഫയലിൽ ഉണ്ടായിരുന്നത്? അനാഥനും ദരിദ്രനുമായ അഭിനവിന് വേണ്ടി ഇത്രയും കാശ് അയച്ചത് ആരാണ്? ഞാൻ ബൽറാംജിയെ കാണണമെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? ബൽറാമിന്റെ പേര് കേട്ട് അഭിനവ് അപ്പോഴും വിറയ്ക്കുകയായിരുന്നു. വിക്രമിനും അവന്റെ പരിഭ്രമം മനസ്സിലായി. ബൽറാംജിയോ? ബൽറാം എന്ന് വിളിച്ചാൽ മതി. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ടൈഗറിന്റെ പേരിനൊപ്പവും ജി ചേർക്കും. പക്ഷെ ടൈഗർ ഒരിക്കലും ഒരു മൃഗത്തിന്റെ പേരിനൊപ്പവും ജി ചേർക്കാറില്ല. നമുക്ക് വൈകുന്നേരം കാണാം. ബൈ. വിക്രം പറഞ്ഞത് കേട്ടപ്പോൾ അഭിനവിന്റെ ആത്മവിശ്വാസം കൂടി. കൂട്ടിൽ നിന്നും പുറത്തു ചാടി കാട്ടിലെത്തിയ ഒരു കടുവയെ പോലെയാണ് അവൻ ഇപ്പോൾ തോന്നിയത്. പഴയ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അഭിനവ് വീട്ടിലെത്തിയിരുന്നു. ഇത്രയും സമാധാനമായി തന്റെ കിടക്കയിൽ അവസാനമായി എപ്പോഴാണ് കിടന്നതെന്ന് അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല. പിസ ഡെലിവറിക്കായി അവൻ വലിയ ആകാംക്ഷയോടെ മുറിയുടെ വാതിലിലേക്ക് നോക്കുകയായിരുന്നു. സർ, ഓർഡർ 500 രൂപയുടേതായിരുന്നു. പക്ഷെ നിങ്ങൾ എനിക്ക് 1000 രൂപ തന്നല്ലോ. നിങ്ങൾ ഡെലിവറി ചെയ്യുന്നവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ 500 രൂപ നിങ്ങളുടെ ടിപ്പാണ്. താങ്ക് യു സർ. അതേസമയം അഭിനവ് ആ പിസ ബോക്സിലേക്ക് ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. അവസാനമായി എപ്പോഴാണ് പിസ കഴിച്ചതെന്ന് അവൻ ഓർക്കാൻ കഴിഞ്ഞില്ല. വൈഷ്ണവിക്കും തനിക്ക് വേണ്ടി ഒരു വീട് വാങ്ങാനുള്ള ശ്രമത്തിൽ എത്രയെത്ര ആഗ്രഹങ്ങളാണ് അവൻ അടക്കി വെച്ചത്. ഇന്നാണ് അവൻ അത് തിരിച്ചറിയാൻ പോകുന്നത്. പക്ഷെ ഇനി അവൻ സ്വയം തടഞ്ഞു നിർത്താൻ പോകുന്നില്ല. വൈകുന്നേരം അഭിനവ് ഹോട്ടൽ സഫയറിലേക്ക് പോകാൻ തയ്യാറെടുക്കാൻ തുടങ്ങി. അവൻ ഒരു ചാര നിറത്തിലുള്ള ഷർട്ടും കറുത്ത പാൻസുമാണ് ധരിച്ചിരുന്നത്. ഇതിലും നല്ലതൊന്നും അഭിനവിന്റെ കയ്യിൽ ധരിക്കാൻ ഉണ്ടായിരുന്നില്ല.
പുറത്തുനിന്ന് ഹോട്ടൽ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടുപോയി. ഇത്രയും വലിയൊരു ഹോട്ടൽ ഇത്ര അടുത്തുനിന്ന് അവൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്റ്റോപ്പ്. എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ അകത്തേക്കാണ് പോകുന്നത്. എന്താണ് പ്രശ്നം? നിനക്ക് അകത്ത് പോകണമല്ലേ? അതിന് ഞാൻ നിന്നെ അകത്തേക്ക് കടത്തി വിടുമെന്ന് കരുതിയോ? എന്തുകൊണ്ട് എനിക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല? ചീഫ് സെക്യൂരിറ്റി ഓഫീസർ തന്റെ വസ്ത്രം കണ്ടാണ് തന്നെ വിലയിരുത്തുന്നതെന്ന് അഭിനവിന് മനസ്സിലായി. ശ്രദ്ധിക്ക്, നിന്നെ പോലുള്ളവരെ എനിക്ക് നന്നായി അറിയാം. കൂടുതൽ കളിയാക്കാതെ ഇവിടെ നിന്ന് പോകൂ. നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? നിങ്ങൾ എന്റെ വല്ല ബന്ധുവാണോ? ഞാൻ അകത്തേക്ക് പോകാൻ വന്നതാണെങ്കിൽ പിന്നെ എന്തിന് തിരികെ പോകണം? ഈ ഹോട്ടൽ നിന്റെ അച്ഛന്റെ ആണോ? പറ. ഇത് കേട്ടപ്പോൾ അഭിനവിന് ദേഷ്യം വന്നു. പക്ഷേ അവൻ ദേഷ്യത്തിൽ ഒന്നും ചെയ്തില്ല. ആളുകളുടെ ശ്രദ്ധ തന്നിലേക്ക് വരാതിരിക്കാൻ അവൻ ശാന്തനായി നിന്നു. അഭിനവ് 2 അടി പിന്നോട്ട് മാറി ഫോൺ എടുത്ത് വിക്രമനെ വിളിച്ചു. യെസ് ടൈഗർ, എവിടെ എത്തി? ഞാൻ ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിലുണ്ട്. വിക്രം, നമ്മുടെ ടേബിൾ നമ്പർ എത്രയാണ്? ടേബിൾ നമ്പറോ? ഹേയ്, ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമയാണ്. എനിക്ക് ടേബിൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നീ പോയി വിശ്രമിക്കൂ, ഞാൻ ഇപ്പൊ എത്തും. എനിക്ക് അകത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ട്. എന്നെ പോലുള്ളവരെ അകത്തേക്ക് കടത്തിവിടില്ലെന്നാണ് അയാൾ പറയുന്നത്. ആരാണ് ഈ വിട്ടി? ഒരു കാര്യം ചെയ്യും, ഞാൻ 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. അതുവരെ കാത്തിരിക്കും. ഈ ഓഫീസറുടെ പെരുമാറ്റത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നീ വലിയ ഹീറോ ആകാൻ ശ്രമിക്കുകയായിരുന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ നിന്നെ അകത്തേക്ക് വിടില്ലെന്ന്. നീ പ്രധാനമന്ത്രിയെ വിളിച്ചാലും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നിന്ന് പോ. ഹേയ് നോക്കൂ, നിന്റെ ഒരു വിലയുമില്ലാത്ത മുൻ കാമുകൻ ഇവിടെയുണ്ട്. വാ, ഒക്കെ അവനൊന്ന് ആക്കിയിട്ട് പോവാം. ഞാൻ അവനെ എന്റെ കാമുകനായിട്ട് ഒരിക്കലും കരുതിയിട്ടില്ല. എന്നെക്കാൾ താഴെയുള്ളവരുമായി ഞാൻ സംസാരിക്കാറ് പോലുമില്ല. അവരെ നോക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ കാമുകനാക്കും? നിങ്ങൾക്കൊരു ചെറിയ മനുഷ്യനുമായി ബന്ധപ്പെടാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ ചെറിയ മനുഷ്യൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് അയാളുടെ വാക്കുകളിലൂടെയാണ്. നിങ്ങളുടെ നാവ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു നാൾ ഈ നാവ് തന്നെ നിങ്ങളുടെ മരണത്തിന് കാരണമാകും. കൊള്ളാം, എന്തൊരു ഡയലോഗ്! എല്ലാവരും കൈയടിക്ക്. വളരെ നന്നായിരിക്കുന്നു. പിന്നെ നിനക്ക് നിന്റെ കാലുകൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല? നീ എങ്ങനെ നടന്ന് ഇവിടെ എത്തി? മദ്യപിച്ചിട്ടുണ്ടോ? എന്നെ ഇവിടേക്ക് വിളിച്ചതാണ്. ഓ അതെ, ഇപ്പോഴോർക്കുന്നു. വിക്രം സാർ അന്ന് പറഞ്ഞിരുന്നു നീ അദ്ദേഹത്തിന്റെ ഒരു ഡ്രൈവറുടെ മകനാണെന്ന്. അപ്പോ നീ നിന്റെ അച്ഛന്റെ ജോലി ഏറ്റെടുക്കാൻ വന്നതാണോ? കൊള്ളാം. പക്ഷെ അവരത് തരില്ല. നിന്നെപ്പോലൊരു പാവപ്പെട്ടവനെ അവർ ഡ്രൈവറായി പോലും വെക്കില്ല. നീ ഇങ്ങോട്ട് കയറി വന്നതാ, അതായത് നിന്നെ ക്ഷണിച്ചിട്ടില്ല. നീ തനിയെ വന്നതാണ്. ഇവനൊരു ദരിദ്രവാസിയാണ്. ഞാൻ തനിയെ വന്നതല്ല, വിക്രം എന്നെ വിളിച്ചതാണ്. ഇവനൊരു ഭ്രാന്തനാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. അപ്പോഴാണ് തിളങ്ങുന്ന വില കൂടിയ ഒരു കറുത്ത കാർ അവിടെ വന്നു നിന്നത്. എല്ലാവരും ആ കാറിലേക്ക് തിരിഞ്ഞു നോക്കി. വിക്രം കാറിൽ നിന്നിറങ്ങി. കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. അയാൾ ഉയരമുള്ളവനും കരുത്തനുമായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ബൽറാം ആയിരുന്നു. വളരെ പ്രശസ്തമായ ഒരു വസ്ത്ര കമ്പനിയുടെ ഉടമയും മാഫിയയുടെ ശക്തനായ ഒരു തൂണുമായിരുന്നു ബൽറാം. അയാളെ കണ്ടപ്പോൾ അഭിനവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അവൻ ബൽറാമിനെ കുറിച്ച് കേട്ടിരുന്നു. ഞാൻ ബൽറാംജിയെ കാണണമെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? അവൻ ചിത്രങ്ങളിൽ ബൽറാമിനെ കണ്ടിരുന്നു. എന്നാൽ ചിത്രങ്ങളിൽ കാണുന്നതും നേരിൽ കാണുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു. എന്തിനാണ് ബൽറാം തന്നെ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന ചോദ്യം അവന്റെ മനസ്സിലുയർന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ക്ഷമിക്കണം സാർ, പക്ഷെ ഈ മനുഷ്യൻ എന്നെയും കസ്റ്റമേഴ്സിനെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഞാൻ ഈ കള്ളനെ അകത്തേക്ക് കടക്കുന്നത് തടഞ്ഞപ്പോൾ അവൻ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കുകയാണ്. അവനെ കള്ളനെന്ന് വിളിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അവനെ അകത്തേക്ക് കടക്കുന്നത് തടയാൻ നീ ആരാണ്? നിന്റെ അച്ഛനാണോ ഈ ഹോട്ടൽ തുറന്നു വെച്ചിരിക്കുന്നത്? അവൻ എന്റെ അതിഥിയാണ്. നാളെ മുതൽ നിന്നെ ഈ ഹോട്ടലിന്റെ പരിസരത്ത് കണ്ട നിന്റെ കാലുകൾ ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങിപ്പോ. ക്ഷമിക്കണം സാർ. ക്ഷമിക്കണം ടൈഗർ, ഈ വിട്ട് കാരണം. സാരമില്ല. ഒരു ചെറിയ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു ചെറിയ മനുഷ്യനാണ്. വരൂ, നമുക്ക് പോകാം. വിക്രം അഭിനവിനോട് കൂടെ അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. അഭിനവ് വിക്രമിനെ പിന്തുടർന്നു. ബൽറാം തന്റെ ഭാരമേറിയ കാൽവെപ്പുകളോടെ തന്റെ പിന്നാലെ വരുന്നത് അവൻ അറിയാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഹോട്ടലിലെ ഒരു ആഡംബര മുറിയുടെ പുറത്തെത്തി.
അവർ അകത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഹോട്ടൽ മാനേജർ അവരുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു. ഗുഡ് ഈവനിങ് സർ, വെൽക്കം. സർ, നിങ്ങൾക്കെല്ലാവർക്കും എന്തെങ്കിലും ഡ്രിങ്ക്സ് കൊണ്ടുവരട്ടെ? ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ വില കൂടിയ എല്ലാ മദ്യങ്ങളുടെയും ഒരു ലിസ്റ്റ് കൊണ്ടുവരും. ഷുവർ സർ. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ ഹോട്ടലിലെ വില കൂടിയ എല്ലാ മദ്യങ്ങളുടെയും വില എനിക്ക് കാണാപ്പാടം അറിയാം. ഞങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപയുടെ ടെക്വില്ല, 8 ലക്ഷം രൂപയുടെ വോഡ്ക, 10 ലക്ഷം രൂപയുടെ വിസ്കി, 12 ലക്ഷം രൂപയുടെ ജിൻ എന്നിവയുണ്ട്. സർ, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? കൊള്ളാം. എനിക്കിന്നിവിടെ ഒരു വിശിഷ്ട അതിഥിയുണ്ട്. അവനും ഞങ്ങൾക്ക് എല്ലാവർക്കുമായി ഏറ്റവും വില കൂടിയ മദ്യം കൊണ്ടുവരും. ഷുവർ സർ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായി ഏറ്റവും മികച്ച മദ്യം കൊണ്ടുവരാം. ഗുഡ് ഈവനിങ് സർ. വിക്രം, ഹോട്ടൽ നിന്റേതാണ്, മദ്യവും നിന്റേതാണ്. പിന്നെ എന്തിനാണ് മാനേജർ നിന്നോട് വില പറയുന്നത്? അതും നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്നിരിക്കെ. എന്തുകൊണ്ടെന്നാൽ സുഹൃത്തെ, ഞാൻ സന്ദർഭം അനുസരിച്ചാണ് മദ്യം ഓർഡർ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സവിശേഷവും പ്രധാനപ്പെട്ടതുമായ ദിവസമാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ 3 പേർക്കുമായി ഏറ്റവും വില കൂടിയ മദ്യം ഓർഡർ ചെയ്തത്. ഓക്കെ, നൈസ്. കം. ഓക്കെ, ലെറ്റ്സ് എൻജോയ്. ഇനി നീ നിന്റെ വ്യക്തിത്വം ഇവിടെ മറച്ചു വെക്കേണ്ടതില്ല. ഈ മുറി സ്വകാര്യവും ഏറ്റവും സുരക്ഷിതവുമാണ്. ഇരിക്കൂ. അതൊരു ആഡംബര മുറിയായിരുന്നു. അവർ 3 പേരും ഇരുന്നു. അഭിനവ് ബൽറാമിനെ വളരെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. ബൽറാം, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നൽകാനാണ് ഞാൻ നിന്നെ ഇന്നിവിടെ വിളിച്ചത്. നമ്മുടെ സഞ്ജയുടെ മകൻ ടൈഗറിന് കിട്ടിയിരിക്കുന്നു. പക്ഷേ തൽക്കാലം അവനൊരു രഹസ്യ ദൗത്യത്തിലാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പുറത്ത് വെച്ച് കാണിക്കാൻ കഴിഞ്ഞില്ല. സർ, നിങ്ങളുടെ സ്നാക്സും ഡ്രിങ്ക്സും സർ. ഷുവർ. Cheers. Cheers. അപ്പോൾ ഇതാണോ ടൈഗർ? അതെ, ഇതാണ് നമ്മുടെ ടൈഗർ. നമ്മുടെ ടീമിലെ പ്രധാന അംഗങ്ങളെ അവൻ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരെ കണ്ടതിന് ശേഷം നമ്മൾ പോകേണ്ട വഴിയിൽ അവൻ നമ്മളെ നയിക്കും. ക്ഷമിക്കണം സുഹൃത്തെ, പക്ഷെ എനിക്കിത് കുറച്ച് തമാശയെ തോന്നുന്നു. നീയാണ് എല്ലാം സംസാരിക്കുന്നത്. അപ്പോ നമ്മുടെ ടൈഗർ ഒരു ഊമയാണോ? ആണോ? ബൽറാം, ടൈഗറിനെ കുറിച്ച് ഇത്ര അനാദരവോടെ സംസാരിക്കരുത്. ക്ഷമിക്കണം സുഹൃത്തെ, ക്ഷമിക്കണം. എന്റെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണോ? നിങ്ങളുടെ കളിയാക്കൽ കഴിഞ്ഞോ? പക്ഷെ ആരുടെ മുന്നിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഒരിക്കലും മറക്കരുത്. ഞാനാണ് ടൈഗർ. ടൈഗർ വെറുതെ ഇരിക്കുകയോ അനാവശ്യമായി സംസാരിക്കുകയോ ചെയ്യില്ല. ടൈഗർ നേരിട്ട് ആക്രമിക്കും. അപ്പോൾ നീയാണ് ടൈഗർ. ശരി, എങ്കിൽ ടൈഗർ പറ, ഇത്രയും വർഷം നീ എവിടെയായിരുന്നു? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ ടൈഗർ ആണെന്ന് അംഗീകരിക്കുമെന്നാണോ കരുതുന്നത്? ഒരു തമാശയല്ലോ അല്ലേ വിക്രം? നീ പറയുന്ന ആ ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതല്ല, അത് നേടിയെടുക്കേണ്ടതാണ്. മനസ്സിലായോ? അതെനിക്കറിയാം. പിടിച്ചു പറിക്കുന്നത് എൻ്റെ രക്തത്തിലില്ല. ഇത്രയും വർഷം ഞാൻ എവിടെയായിരുന്നുവെന്നും എന്ത് ചെയ്യുകയായിരുന്നുവെന്നും വിശദീകരിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല. പിന്നെ ഞാൻ യഥാർത്ഥ ടൈഗർ ആണോ അല്ലയോ എന്ന കാര്യത്തിൽ ശരി, നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു തീയതി പറയും, ഞാനത് സ്വയം തെളിയിച്ചു കൊള്ളാം. കൊള്ളാം, കേട്ടല്ലോ? വിക്രം പുഞ്ചിരിച്ചുകൊണ്ട് അഭിനവിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ അഭിനവിനെ കുറിച്ചുള്ള അഭിമാനം നിറഞ്ഞിരുന്നു. വിക്രം വിചാരിച്ചതിലും ക്രൂരനായിരുന്നു അഭിനവ്. എന്നാൽ ബൽറാമിന്റെ നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവുകൾ മാഞ്ഞിരുന്നില്ല. അവൻ അത്ര പെട്ടെന്ന് അഭിനവിനെ ടൈഗറായി അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് അവന്റെ കണ്ണുകൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു.
ആ കൂട്ടത്തിൽ ബൽറാം എന്തിനെങ്കിലും പേര് കേട്ടിരുന്നെങ്കിൽ അത് അവന്റെ വാശിക്കായിരുന്നു. നാളെ ഒരു കുട്ടി വന്ന് തന്റെ തലയിൽ കയറിയിരുന്ന് ഭരിക്കുന്നത് സഹിക്കാൻ അവന് കഴിയില്ലായിരുന്നു. വിക്രമിന്റെ അഭിനന്ദനം മാത്രം പോരാ മോനെ. നീ ടൈഗർ ആണെന്ന് ഞാൻ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. നീ ടൈഗർ ആണെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ശരി, ഞാൻ നിന്നെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ക്ഷണിക്കുന്നു. നീ എന്താണ് പറയുന്നത്? ശാന്തനാകൂ വിക്രം, ശാന്തനാകൂ. നമുക്ക് പോരാടാം. നീ ജയിച്ചാൽ നീ ടൈഗർ ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കും. പക്ഷെ നീ തോറ്റാൽ ഞങ്ങൾ ഇന്ന് കുറച്ച് പണം വാങ്ങി എവിടെയെങ്കിലും ദൂരെ പോയി ഒതുങ്ങി ജീവിക്കുക. ബൽറാം, നീ എന്താണ് പറയുന്നത്? ഇത് ശരിയല്ലേ? നമുക്ക് പോരാടാം. എപ്പോഴാണ്? ഇത് കേട്ട ബൽറാമിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. വിക്രം ഞെട്ടിപ്പോയി. നോ ടൈഗർ, ഹോൾ. നോക്ക്, നീ ആർക്കും ഒന്നും തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. വിക്രം, ഞാൻ എന്ത് ചെയ്താലും അതെന്റെ ഇഷ്ടപ്രകാരമാണ്. ഇന്ന് ബൽരാജ് എന്റെ മുഖത്ത് നോക്കി പറയുന്നതൊന്നും നാളെ എന്റെ പിന്നിൽ നിന്ന് ഒരുത്തനും പറയാൻ ധൈര്യപ്പെടരുത്. അഭിനവിന്റെ കണ്ണുകളിൽ സഞ്ജയന്റേത് പോലെയുള്ള തീക്ഷ്ണത കണ്ടപ്പോൾ വിക്രം ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് ആശ്വാസത്തോടെ അവനെ നോക്കി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ബൽരാജും അഭിനവും വിക്രമും അവരുടെ പ്രൈവറ്റ് അരീനയിലെത്തി. ബൽരാജ് സ്ഥിരമായി പരിശീലിച്ചിരുന്നത് അവിടെയായിരുന്നു. ആ വലിയ വേദിയിൽ അവരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി. ഞാൻ ഇന്ന് വരെ റിങ്ങിൽ തോറ്റിട്ടില്ല. നിങ്ങൾ ഈ റിങ്ങിൽ ഇതുവരെ തോൽക്കാതിരുന്നത് ഇന്ന് വരെ സഞ്ജയന്റെ മകനായ ടൈഗറിനെ നേരിടേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ബൽരാജ്. സോ വിക്രം, താൻ ആരുടെ മേലെയാണ് ബെറ്റ് വെക്കുന്നത്? എന്റെയോ അതോ ഇവന്റെയോ? മണ്ടത്തരം പറയല്ലേ. ടൈഗർ ഇവിടെ ഉള്ളപ്പോൾ വേറെ ആരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നല്ലോണം ആലോചിച്ചോ. തോറ്റ ആളുകൾ കളിയാക്കി ചിരിക്കും. നിന്റെ ഈ തല പിന്നെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. വാ, നമുക്ക് ഫൈറ്റ് തുടങ്ങാം. അഭിനവ് ബൽരാജിനെ അടിമുടി നോക്കി. അയാൾ അവനേക്കാൾ ശരീരമുള്ളവനായിരുന്നു. അയാളുടെ ആ വലിപ്പത്തെ തന്നെ ആക്രമിക്കാനാണ് അഭിനവ് ലക്ഷ്യമിട്ടത്. ഇരുവരും തമ്മിലുള്ള പോരാട്ടം തുടങ്ങി. പെട്ടെന്നായിരുന്നു ബൽരാജിന്റെ ആദ്യത്തെ പഞ്ച് അഭിനവിന്റെ മുഖത്ത് പതിച്ചത്. ആ ഇടിയിൽ അവന്റെ തല കറങ്ങുന്നത് പോലെ അഭിക്ക് തോന്നി. ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം. നിന്റെ അവസാന ശ്വാസം വരെ നീ പോരാടണം. തോറ്റു കൊടുക്കരുത്. നീ ടൈഗറാണ്. ഇവനാണോ നമ്മുടെ ആള്? നിങ്ങൾ ആരെയാണ് ഈ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? ഇവനാണോ നമ്മളെ ഭരിക്കാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു ദിവസം വന്ന് നമ്മുടെ തലയെ കയറിയിരുന്ന് ഞാനാണ് ടൈഗർ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണം? ഒരിക്കലുമില്ല. കമോൺ. ബൽരാജിന്റെ അടുത്ത പഞ്ച് അഭിനവിന്റെ മൂക്ക് തകർക്കാൻ പോന്നതായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അഭിനവ് സ്വബോധം വീണ്ടെടുത്ത് തല വെട്ടിച്ചു കളഞ്ഞു. ബൽരാജിന്റെ പഞ്ച് ലക്ഷ്യം തെറ്റി. അയാൾ തിരിഞ്ഞ് അഭിനവിനെ നോക്കി. ചെറുപ്പം മുതൽ അച്ഛൻ സഞ്ജയ് അവനെ പോരാടാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു അവനപ്പോൾ. അവൻ ബൽരാജിന്റെ ഓരോ കിക്കും തടുത്തുകൊണ്ടിരുന്നു. ഇത്തവണ ബൽരാജിന് ശരിക്കും ദേഷ്യം വന്നു. അയാൾ വീണ്ടും അഭിനവിന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഇപ്പോൾ അഭിനവ് കുനിഞ്ഞ് അയാളുടെ കാലിന് ഒരൊറ്റ ചവിട്ട് കൊടുത്തു. ബൽരാജ് ബാലൻസ് തെറ്റി റിങ്ങിൽ വീണു. എന്റെ ബൽരാജ്, തോൽവി സമ്മതിച്ചോ? വെറുതെ നിങ്ങളെ റെക്കോർഡ് നശിപ്പിക്കല്ലേ. ഞാൻ പുറത്താരോടും പറയില്ല നിങ്ങൾ ടൈഗറിനോട് തോറ്റ കാര്യം. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ബൽരാജ് തുടരെ അഭിനവിനെ ഇടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അയാളുടെ പവർ പഞ്ചുകൾ അഭിനവ് ഈസിയായി തടുത്തുകൊണ്ടിരുന്നു. അവസാനം അവൻ അച്ഛൻ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പുറത്തെടുത്തു. ബൽരാജിനെ അടിച്ച് നിലത്തിട്ട് അഭി ഒരു ഹീറോയെ പോലെ നിന്നു. അഭിനവ് ബൽരാജിനെ അവിടെ വിട്ട് റിങ്ങിന്റെ മൂലയിലേക്ക് പോയി നിശബ്ദനായി നിന്നു. ബൽരാജ് കഷ്ടപ്പെട്ട് തന്റെ ഭാരം കൂടിയ ശരീരം ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിക്രം, എനിക്കറിയാം നീ ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? ബൽരാജ് വേദനയോട് കൂടി എഴുന്നേറ്റു. പക്ഷേ അയാൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അഭിനവിനോട് ചോദിച്ചു, എവിടുന്ന് നീ ഇതൊക്കെ പഠിച്ചത്? പാരമ്പര്യമായി കിട്ടിയതാ, എന്റെ അച്ഛന്റെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് കുടിക്കുന്നു. ഇന്നത്തെ പാർട്ടി എന്റെ വക. ബൽരാജ്, അങ്ങനെയല്ല പറയേണ്ടത്. ടൈഗർ ജി ഇന്ന് എന്റെ കൂടെ മദ്യപിക്കാനും പാർട്ടി നടത്താനും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണം. മനസ്സിലായോ? ടൈഗർ ജി
ഇന്ന് എൻ്റെ കൂടെ മദ്യപിക്കാനും പാർട്ടി നടത്താനും താല്പര്യമുണ്ടോ? ഓക്കെ, റൈറ്റ്. തീർച്ചയായിട്ടും. അനന്യ, അഭി, എൻ്റെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. നടന്നതെല്ലാം അവർക്ക് മനസ്സിലായി. നിന്നെ അവർക്ക് നേരിൽ കാണണമെന്ന്. അതുകൊണ്ട് നീ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് വരണം. ഇപ്പോഴും? ആ പിന്നെ, ഇതിൽ ഞെട്ടാൻ ഇപ്പൊ എന്താ? നീ ആയിട്ട് തുടങ്ങി വെച്ചത് നീ ആയിട്ട് തീർത്തോ? വിക്രം, ബൽരാജ്, ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും വന്നിട്ടുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞു? എപ്പോ? അതൊരു വലിയ കഥയാണ്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. എല്ലാം ഓക്കെ അല്ലേ അഭി? നമ്മൾ രോഹനെ ഉടനെ വിളിച്ച് പറയണം ഇവൻ തന്നെയാണ്. നോ ബൽരാജ്, ഇപ്പോൾ തൽക്കാലം ഇവന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയുടെ കാര്യം മറ്റാരും അറിയരുത്. ടൈഗർ തിരിച്ചെത്തിയെന്ന കാര്യവും ആരും അറിയരുത്. ഓക്കെ? രോഹൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത് അത് തന്നെ ചെയ്യട്ടെ. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങുന്നു. പിന്നെ വിക്രം, എൻ്റെ ആ പുതിയ ജോലിയുടെ കാര്യം മറക്കണ്ട. ഡോണ്ട് വറി, അത് ഞാൻ ഏറ്റു. ഇത് കേട്ട് അഭിനവ് വിക്രമിനും ബൽരാജനും കൈകൊടുത്ത് പുറത്തിറങ്ങി. പോകാനായി അവൻ ഒരു ടാക്സി ബുക്ക് ചെയ്തിരുന്നു. ടൈഗർ, ഇത് നമ്മൾ ഹോട്ടലിൽ വെച്ച് കുടിച്ച അതേ ഐറ്റമാണ്. പോയി നിങ്ങളുടെ അമ്മായപ്പനും അമ്മായിയമ്മയ്ക്കും കൊടുക്കുക. അവർ ജന്മത്തിൽ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാകും. എല്ലാ ഉപകാരത്തിനും നന്ദി വിക്രം. നിനക്കും തിരിച്ചു വന്ന് ഞങ്ങളുടെ പ്രതീക്ഷകൾ നിലനിർത്തിയതിന് ബായ്. പുറത്തേക്ക് വാ. റിങ്ങിനുള്ളിൽ തന്നെ നിൽക്കാനാണോ പ്ലാൻ? കുറച്ച് സമയത്തിന് ശേഷം കാർ അനന്യയുടെ വീടിന് പുറത്ത് വന്നു നിന്നു. അഭിനവ് ഇറങ്ങി ദീർഘമായി ഒരു ശ്വാസം എടുത്ത് വീടിനകത്തേക്ക് നടന്നു. നമസ്കാരം അമ്മ. നമസ്കാരം അച്ഛാ. ഇത് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നതാണ്. വാവ്, കൊള്ളാലോ. എന്താ ഇത്? കണ്ടിട്ട് നല്ല എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. എന്ത് നല്ല മണം. നോക്ക്. മതി, നിർത്തം. മിക്കവാറും ഈ ബോട്ടിൽ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നായിരിക്കും ഇവൻ. ഇവനെ പോലെ ഒരാൾക്ക് ഇത്രയും വില കൂടിയ മദ്യം വാങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ എന്തിന് ഇതെല്ലാം വാങ്ങിയത്? ചതിയിലൂടെ എന്റെ മോളെ കല്യാണം കഴിച്ചതും പോരാ, ഇതൊക്കെ തന്ന് ഞങ്ങളെയും സ്വാധീനിക്കാൻ നോക്കുവാണോ നീ? അതും മോഷ്ടിച്ച മദ്യം കൊണ്ട്. സോറി, പക്ഷെ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല. ഓ, അപ്പൊ എന്റെ മകളുടെ കൂടെ നിന്റെ പ്രേതമായിരുന്നോ കിടന്നത്? നീ ഇതെല്ലാം ചെയ്യുന്നത് എന്റെ മകളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാ അല്ലേടാ? ഒരു 7-ാം കൂലിയാണല്ലോ എന്റെ മോൾക്ക് കിട്ടിയത്. ആ വാക്കുകൾ കേട്ട് അഭിനവിന് നെഞ്ചിൽ കുത്തേറ്റതുപോലെ തോന്നി. ആരും അവന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായില്ല. അതെ, അവൻ അനന്യയുടെ കൂടെ ഒരേ കിടക്കയിൽ കിടന്നു എന്നത് സത്യമാണ്. പക്ഷേ അവൻ അത് മനഃപൂർവ്വം ചെയ്തതല്ല. താൻ എങ്ങനെയാണ് അനന്യയുടെ മുറിയിൽ എത്തിയതെന്ന് അവൻ അറിയില്ലായിരുന്നു. ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്നാൽ അഭിനവ് ഒരു വിശദീകരണവും ഷാർമിളയ്ക്ക് നൽകിയില്ല. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്ന് അവൻ അറിയാമായിരുന്നു. നീ ഊമയാണോ? നിനക്ക് സംസാരിക്കാൻ അറിയില്ലേ? ഷാർമിള അടങ്ങാത്ത ദേഷ്യത്തോടെ അവനെ നോക്കി. ഷർമിള, ഇവിടെ ഇരിക്കുക. അഭിനവ്, നീയും. ഷാർമിള ദേഷ്യത്തിൽ സോഫയിലിരുന്നു. അഭിനവും ഇരുന്നതിന് ശേഷം രാജീവ് തുടർന്നു. അവിടെ നടന്നതെല്ലാം ഞങ്ങൾക്കറിയാം. അത് എങ്ങനെ സംഭവിച്ചുവെന്ന് അനന്യയ്ക്ക് പോലും അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെ എന്തോ വലിയ ചതി നടന്നിട്ടുണ്ട് എന്നാണ്. എന്തായാലും സംഭവിച്ചൊന്നും ഇനി മാറ്റാൻ കഴിയില്ലല്ലോ. നീയും അനന്യയും തമ്മിലുള്ള ബന്ധവും മാറ്റാൻ കഴിയില്ല. പക്ഷേ സംഭവിച്ച കാര്യങ്ങളിൽ അഭിനവിന് വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം അവൻ അനന്യയെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ വിക്രമിനെ ഒരിക്കലും കാണുമായിരുന്നില്ല. ആളുകളുടെ മുന്നിൽ അനന്യയുടെ സൽപ്പേരിന് ഒരു കേടുപാടും സംഭവിക്കാനും അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹബന്ധം തകരാനും അവൻ ആഗ്രഹിച്ചില്ല. നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അവന്റെ ഈ വാക്കുകൾ ഒരു ബോംബ് പോലെ ആ 2 പേരിലും പതിച്ചു. ഷാർമിള എന്തെങ്കിലും പറയുന്നതിന് മുൻപ് രാജീവ് പറഞ്ഞു. അഭിനവ്, നീ എത്രയും പെട്ടെന്ന് വേറൊരു ജോലി കണ്ടെത്തണം. അതും നല്ലൊരു ജോലി. എന്നാൽ മാത്രമേ നിനക്ക് എൻ്റെ മകളെ ലീഗലി വിവാഹം കഴിക്കാൻ കഴിയൂ. ഓക്കെ, ഇപ്പൊ നിനക്ക് പോവാം. അഭിനവ് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ട് ഷാർമിളയുടെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു. അവൾ അഭിനവിന്റെ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടില്ലേ ഇവന്റെ ഓവർ കോൺഫിഡൻസ്? പോക്കറ്റില് 10 രൂപയില്ല, എന്നിട്ടും അവന്റെ നടത്തം കണ്ട കാട്ടിലെ ടൈഗർ ആണെന്നാ വിചാരം. രാജീവ്, ഇവനെ പോലെ ഒരു ദരിദ്രവാസിയെ ആരെങ്കിലും ജോലിക്ക് എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എടുക്കുമെന്നല്ല, എടുത്തു. അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. അഭിനവിന്റെ ഈ മറുപടി കേട്ട് രാജീവും അത്ഭുതപ്പെട്ടു. അപ്പോഴേക്കും അഭിനവ് ഷാർമിളയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. എനിക്ക് ഒരു നല്ല ജോലി കിട്ടിയാൽ ഞാൻ അനന്യയെ വിവാഹം കഴിക്കാൻ യോഗ്യനാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ആഹാ, എന്താ കോൺഫിഡൻസ് അല്ലേ? കോൺഫിഡൻസ് ഒലക്ക. ജോലി എന്ന് പറഞ്ഞാ നാളെ ഏതെങ്കിലും പാർക്കിംഗ് സ്ഥലത്ത് പോയിരുന്ന ആളുകളുടെ കാറുകൾക്ക് ടിക്കറ്റ് മുറിക്കുന്ന പണിയല്ല. നല്ല ശമ്പളമുള്ള ജോലി, അന്തസ്സുള്ള ജോലി. നിനക്ക് അങ്ങനെ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ
നീ ഇപ്പോ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. ശാർമിള പറഞ്ഞത് കേട്ട് അഭിനവിന്റെ മുഖത്ത് വലിയൊരു ചിരി വിരിഞ്ഞു. അഭിനവ് ആരാണെന്നോ അവന്റെ പിന്നിൽ ആരാണെന്നോ ശാർമിളയ്ക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി വീടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. രാത്രി ഒരുപാട് വൈകിയിരുന്നു. ഈ സമയത്ത് ഇനി തനിക്ക് തന്റെ വീട്ടിൽ പോകാൻ കഴിയില്ലെന്ന് അഭിക്കറിയാമായിരുന്നു. അവൻ അനന്യയുടെ മുറിയിൽ പോയി കിടക്കാമെന്ന് കരുതി. എന്തായാലും അവർ ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണല്ലോ. അഭിനവ് 1ാം നിലയിലേക്ക് കയറി അനന്യയുടെ മുറിയുടെ പുറത്തെത്തി. എന്താ? രാത്രി ഒരുപാട് വൈകി. എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ കഴിയില്ല. എനിക്ക് കിടക്കാൻ ഒരു ഇടം വേണം. എന്ത് സോ? എന്നെ നിന്റെ അച്ഛനെയും അമ്മേനെയും കാണിക്കാൻ വിളിപ്പിച്ചത് നീയല്ലേ? അപ്പൊ നീ തന്നെ എനിക്കൊരു സ്ഥലം കണ്ടുപിടിച്ചതാ ഉറങ്ങാൻ. ഹലോ, നീ എന്താ വിചാരിച്ചേ? നിന്നെ ഞാൻ രണ്ടാമതും എന്നെ മുറിയിലേക്ക് കയറ്റുവന്നോ? പിന്നെ ഞാൻ എവിടെ പോകും? എവിടെയും പോ, എനിക്കറിയില്ല. നിന്റെ കാല് മാറ്റിക്കോ, അല്ലെങ്കിൽ ഞാൻ പൊളിക്കോ അത്. അഭിനവ് ആദ്യം ഭയപ്പെട്ടില്ല. വാതിൽ അവന്റെ കാലിൽ തട്ടി വേദനിച്ചപ്പോൾ അവൻ പെട്ടെന്ന് കാൽ പിന്നോട്ട് വലിച്ചു. അനന്യ വാതിൽ കൊട്ടിയടച്ച ശേഷം മുറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ജോലിക്കാരുടെ സ്ഥാനം മുതലാളിമാരുടെ മുറികളിലല്ല, സ്റ്റോർ റൂമിലാണ്. ഇത് കേട്ട അഭിനവിന് വിഷമം തോന്നി. പക്ഷേ അവൻ എന്ത് ചെയ്യാൻ കഴിയും? അവൻ അടഞ്ഞ വാതിലേക്ക് നോക്കി നിരാശയോടെ നിന്നു. ഇനി എന്ത് സംഭവിക്കും? അഭിനവ് എവിടെ കിടക്കും? ഈ വീട്ടിൽ അവൻ എപ്പോഴെങ്കിലും ബഹുമാനം ലഭിക്കുമോ? പക്ഷേ മറ്റൊരിടത്ത് കറുത്ത കണ്ണട വെച്ചൊരാൾ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇരുണ്ട കണ്ണടയും കഴുത്തിൽ സ്വർണമാലയും അയാൾ ധരിച്ചിരുന്നു. ഇപ്പോ കിട്ടിയ വാർത്തയാ, ടൈഗർ തിരിച്ചെത്തി. നിങ്ങളൊരു വാക്ക് പറയുകയാണെങ്കിൽ. ആയിട്ടില്ല, അവൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അവൻ കുറച്ചൊന്ന് ആസ്വദിക്കട്ടെ. പിന്നെ ഈ തവണ അവനെ കൂട്ടിലടയ്ക്കാനുള്ള തെറ്റ് നമ്മൾ ചെയ്യരുത്. എനിക്കറിയാം, ആ ദിവസം രാത്രി ഞാൻ നിന്റെ കൂടെയാണ് കിടന്നതെന്ന്. അതിനിപ്പോഴും സ്വന്തം മുറിയുടെ ഡോറൊക്കെ അടച്ചു പൂട്ടി കിടന്നുറങ്ങേണ്ട ആവശ്യം എന്താ? അഭിനവ് അപ്പോഴും അനന്യയുടെ മുറിയുടെ പുറത്ത് നിൽക്കുകയായിരുന്നു. മറ്റു മുറികളിൽ തനിക്ക് ഇടം ലഭിക്കാൻ പോകുന്നില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അഭിനവ് വീട്ടിലെ ജോലിക്കാർ ഉറങ്ങാറുണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ ഭാഗ്യവശാൽ ഒരു ഒഴിഞ്ഞ കട്ടിൽ കണ്ടെത്തി. എന്നിട്ട് അതിൽ കിടന്നുറങ്ങി. താൻ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്നോ എപ്പോഴാണ് നേരം വെളുത്തതെന്നോ അവൻ അറിഞ്ഞില്ല. അവൻ എത്രയും പെട്ടെന്ന് തയ്യാറായി AK പ്രൈവറ്റ് ലിമിറ്റഡിലെത്തി. അവിടെ നിക്കടാ, എവിടേക്കാ നീ കയറി പോന്നെ? പുറത്തു പോ. അപ്പോഴാണ് ദേവൻ അവിടേക്ക് വന്നത്. അവൻ അഭിയെ നോക്കി ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു, ഓഹോ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? സെക്യൂരിറ്റി, ഈ ദരിദ്രവാസിയെ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടരുത്. വിക്രം സാറിനെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവൻ ഇവിടേക്ക് വന്നത്. എടാ, ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം. നീ ഒരു ദരിദ്രവാസിയാണെന്ന കാര്യം ആദ്യം നീ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ദേവന്റെ സംസാരം കേട്ട് അഭിനവിന് ദേഷ്യം വന്നു. ദേവന്റെ മോശം പെരുമാറ്റം അവനെ മടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഭിക്ക് വേണമെങ്കിൽ ദേവന് മറുപടി കൊടുക്കാമായിരുന്നു. പക്ഷെ തന്റെ ഫോൺ എടുക്കുന്നതാണ് നല്ലതെന്ന് അവൻ കരുതി. അവൻ വിക്രമിനെ വിളിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ വിക്രമിനെ വിളിക്കുന്നതിന് മുൻപ്, ഇവിടെ എന്താ നടക്കുന്നേ? അഭി എന്റെ കൂടെ വന്നതാ. യു വാണ സേ സംതിങ്? ദേവൻ ഇപ്പൊ പോ, അഭി എന്റെ കൂടെ വരൂ. ദേവൻ ഒരു നിമിഷം അപമാനിതനായ പോലെ തോന്നി. അന്ന് പാർട്ടിയിൽ വെച്ചും പിന്നെ ഇപ്പോഴും ദേവൻ അഭിയുടെ മുന്നിൽ തോൽക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ ഇവിടെ വരുന്ന കാര്യം നിങ്ങൾ വിക്രമിനോട് പറഞ്ഞിരുന്നോ? ഇത് കേട്ട ഉടനെ ജെനിയുടെ കാതുകൾ കൂർത്തു. ജോലിക്ക് വേണ്ടി വന്ന അഭിനവിനെ പോലെ ഒരാൾ. നിങ്ങളുടെ കുറച്ച് വിവരങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഓഫീസ് നാളെ മുതൽ ആരംഭിക്കും. പെർഫെക്റ്റ്, താങ്ക് യു. എന്നാൽ ലീഡർ വരുന്നതിന് മുൻപ് അവൻ അത്തരത്തിലുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ അനന്യയുടെയും അവളുടെ മാതാപിതാക്കളുടെയും മുന്നിൽ തന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയാണ് അവൻ മാനേജർ പോസ്റ്റ് ആവശ്യപ്പെട്ടത്. എന്നാൽ അഭിനവ് അവിടെ എന്തെടുക്കാൻ വന്നതാണെന്ന് ദേവൻ ഇപ്പോഴും മനസ്സിലായിരുന്നില്ല. നാളെ മുതൽ ജോലിക്ക് പോവാൻ പുതിയ വസ്ത്രങ്ങൾ വേണ്ടിവരുമെന്ന് അഭിനവിന് തോന്നി. വസ്ത്രങ്ങൾക്കൊപ്പം അവന്റെ ഫോൺ മാറ്റേണ്ടതും ആവശ്യമായിരുന്നു. വിക്രമിന്റെ ചെക്ക് അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. അനന്യയുടെ മാതാപിതാക്കൾ വന്നതുകൊണ്ട് അവരെയും ശ്രീരാഗിനെയും കാണിക്കാൻ അവരുടെ വീട്ടിൽ താമസിക്കുകയും ജോലിക്കാരുടെ മുറിയിൽ ഉറങ്ങുകയും ചെയ്യേണ്ടി വരുമെന്ന് അഭിനവിന് അറിയാമായിരുന്നു. പക്ഷേ അവൻ അത്ര എളുപ്പം കീഴടങ്ങാൻ പോവുകയായിരുന്നില്ല. താനാണ് ലോകത്തിലെ ഏറ്റവും നല്ല മരുമകനെന്ന് അവൻ തെളിയിക്കാൻ പോവുകയായിരുന്നു. ചെക്കിൽ നിന്ന് പണം പിൻവലിക്കാൻ അഭിനവ് ബാങ്കിലേക്ക് പോയി. എനിക്ക് ആ ചെക്കിൽ നിന്ന് പണം പിൻവലിക്കണം. അപ്പോഴാണ് അവൻ ഹരീഷിനെ കണ്ടുമുട്ടിയത്. അഭിനവിന്റെ ദാരിദ്ര്യത്തെ കളിയാക്കിയിരുന്നവരിൽ ഒരാളായിരുന്നു പ്രണവ്. അല്ല,
ഇതാരീ വന്നിരിക്കുന്നേ? ഹരീഷ് ഒരു ബാങ്കറായിരുന്നു. അവൻ കോടീശ്വരനല്ലായിരുന്നെങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഡെലിവറി ജോലികൾക്കായി അഭിനവ് ഈ ബാങ്കിൽ പലപ്പോഴും വരുമായിരുന്നതുകൊണ്ട് അഭിയെ അവനറിയാമായിരുന്നു. അഭിനവിനേക്കാൾ ഏറെ മുന്നിലായിരുന്നില്ല ഹരീഷെങ്കിലും അവനും അഭിനവും തമ്മിൽ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പണത്തിന്റെ. ചെക്കോ? നിനക്കോ? നിനക്കറിയാമോ ഈ ബാങ്കിൽ വലിയ തുക മാത്രമേ ചെക്കിലൂടെ പിൻവലിക്കാൻ കഴിയൂ. എനിക്ക് പിൻവലിക്കാനുള്ള പണം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാനേജറെ കാണേണ്ടത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ ചെക്കിങ് തന്നെ. ഹരീഷ് ചെക്ക് നോക്കുക പോലും ചെയ്യാതെ അഭിനവിന്റെയും മറ്റാളുകളുടെയും മുന്നിൽ വെച്ച് കീറിക്കളഞ്ഞു. നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്താ ഈ ചെയ്തത്? സെക്യൂരിറ്റി, ഇവൻ ഇവിടുന്ന് പുറത്താക്ക്. വ്യാജ ചെക്കുമായി ബാങ്കിൽ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ബാങ്കർമാർ വിട്ടികളാണെന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ പോലീസിനെ വിളിച്ച് നിന്നെ അകത്തിടും. ഇവനെ കൊണ്ടുപോ. ഈ അവസ്ഥയിൽ അഭിനവിനെ കണ്ട് ഹരീഷും ബാക്കിയുള്ളവരും വളരെയധികം സന്തോഷിച്ചു. എന്താണ് ഇവിടെ നടക്കുന്നത്? ആ ശബ്ദം മറ്റാരുടെയും ആയിരുന്നില്ല, അത് ബൽറാമിന്റെ ആയിരുന്നു. ദൂരെ നിന്ന് തന്നെ അദ്ദേഹം അഭിനവിനെ തിരിച്ചറിഞ്ഞു. ബൽരാജനെ കണ്ടതും അഭിനവിന്റെ ശ്വാസം തിരികെ വന്നു. ഇനി ആർക്കും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ക്ഷമിക്കണം സാർ, നിങ്ങൾ ഇങ്ങനെ ഇവിടെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോ ഇവന് ഈ തട്ടിപ്പ് നടത്തുന്നതിൽ നിന്ന് തടയുകയായിരുന്നു. അവനെ വിട്ടേക്ക്. അഭിനവ് നിശബ്ദമായി ബൽരാജിനെ പിന്തുടർന്നു. എന്നാൽ ബൽറാം എന്തിനാണ് അഭിനവിനെ കൂടെ കൊണ്ടുപോകുന്നതെന്ന് ഹരീഷിനും മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഹരീഷും അവരെ പിന്തുടരാൻ തുടങ്ങിയപ്പോൾ ബൽറാം പറഞ്ഞു, ഞാൻ നിന്നോട് എന്റെ കൂടെ വരാൻ പറഞ്ഞോ? ഇല്ല സാർ. ബൽറാം അവനെ നോക്കിയപ്പോൾ ഹരീഷിന്റെ കാലുകൾ നിശ്ചലമായി. ബൽറാമിന്റെ പെരുമാറ്റം കണ്ട് അഭിനവ് ഭയന്നു. ബൽറാം അവിടെയുള്ള ആളുകൾക്ക് അഭിനവിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് സംശയം തോന്നിക്കുന്ന ഒന്നും ചെയ്യില്ലെന്ന് അവൻ പ്രത്യാശിച്ചു. ഇവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാനേജർക്ക് അതിനെക്കുറിച്ച് അറിയണം. നിങ്ങൾ നിങ്ങളുടെ തലത്തിലാണ് നടപടിയെടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ മാനേജർക്ക് അതൃപ്തി തോന്നാൻ സാധ്യതയുണ്ട്. ശരി സാർ, വരൂ. ബൽരാജ് അഭിനവിനെ നോക്കി തന്റെ കൂടെ അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഇരുവരും ഒരുമിച്ച് മാനേജറുടെ ക്യാബിനിലേക്ക് പ്രവേശിച്ചു. മാനേജർ കസാരയിലിരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ബൽറാം വാതിൽ ശക്തിയായി അടച്ചു. പെട്ടെന്ന് മാനേജറുടെ കണ്ണ് വാതിലിൽ പതിഞ്ഞു. ബൽരാജ് മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ, മിസ്റ്റർ ബൽറാം, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ? വിളിച്ചുകൂടായിരുന്നോ? ദയവായി ഇരിക്കൂ, പറയൂ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാൻ ഇവിടെ ഒരു ആവശ്യത്തിനാണ് വന്നത്. പക്ഷെ പുറത്തുള്ള ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. പറയൂ. ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന്റെ നോട്ടം മുഖത്ത് നിന്ന് തെന്നി മാറി കയ്യിലും ഒടുവിൽ അബിയുടെ മോതിരത്തിലും പതിച്ചു. മോതിരത്തിൽ അടയാളം കണ്ട ഉടൻ മാനേജറുടെ വായ തുറന്ന പോലെയായി. ഓ മൈ ഗോഡ്, ഇത് ടൈഗറാണോ? ഇയാൾ ആരാ? ഇയാൾ ആ ഗാങ്ങിലെ അവസാനത്തെ അംഗമാണ്. നീ ലീഡറായ അതേ ഗാങ്ങിന്റെ. ഐ എം വെരി സോറി. ദയവായി എന്നോട് ക്ഷമിക്കൂ. ടൈഗർ, നിങ്ങൾ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾക്കായി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാര്യം മാത്രം ഓർത്തു വെക്കൂ, ഇദ്ദേഹവും നിങ്ങളും അല്ലാതെ ഞാൻ ടൈഗർ ആണെന്ന് മറ്റാരും അറിയരുത്. ശരി സാർ. ടൈഗർ, നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതൊക്കെ ഇദ്ദേഹം ചെയ്തോളും. പക്ഷെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ ഒരു പാഠം പഠിപ്പിക്കണം. അഥവാ ഞാൻ എൻ്റെ വഴിക്കൊരു പാഠം പഠിപ്പിച്ച പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തുപറ്റി? അവരെന്താ ചെയ്തത്? അഭിനവിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം മാനേജറോട് പറഞ്ഞു. ഇത് കേട്ട ഉടൻ അദ്ദേഹത്തിന് രക്തം തിളച്ചു. അവൻ എങ്ങനെ അതിന് ധൈര്യം വന്നു? ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കാം. അദ്ദേഹം ശരവേഗതയിൽ ഹരീഷിനോട് തന്റെ ക്യാബിനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഹരീഷ്, ഹരീഷ്, അകത്തേക്ക് വാ. ഇതിനിടയിൽ ഹരീഷ് അവിടെ എത്തി. നീ എന്താണ് ചെയ്തത്? അവൻ കൊണ്ടുവന്ന ചെക്ക് കീറിയത് ആരാണ്? സാർ, ഇവനൊരു ഡെലിവറി ബോയ് ആണ്. അവൻ ബാങ്കിൽ കൊണ്ടുവന്നത് ഒരു വ്യാജ ചെക്കായിരുന്നു. അവൻ എന്താണ് വിചാരിച്ചത്? ഇവിടെ ലോട്ടറി സിസ്റ്റം ആണെന്നോ? ഞാൻ കമ്പ്യൂട്ടറിൽ അവന്റെ ചെക്ക് വിവരങ്ങൾ പരിശോധിച്ചു. ഒരു ഡാറ്റയും ശരിയല്ലായിരുന്നു. നിനക്ക് ഉറപ്പാണോ? അതെ സർ. ഈ ഡെലിവറി ബോയ് കൊണ്ടുവന്ന ചെക്ക് ആരുടേതാണെന്ന് നിനക്കറിയാമോ? വിക്രം സാറിൻ്റെത്. എന്ത്? അതെ, നീ ഇയാളോട് ചെയ്തതൊക്കെ ശരി. പക്ഷെ നീ അദ്ദേഹത്തിന്റെ ചെക്കിനോട് ചെയ്തത് വിക്രം സാർ അറിഞ്ഞാൽ അദ്ദേഹം നിന്നെ എന്ത് ചെയ്യുമെന്ന് നിനക്ക് വല്ല ഊഹവുമുണ്ടോ? ചെക്ക് എവിടെ? സർ, ഇതാ. നിനക്കിതിന് എങ്ങനെ ധൈര്യം വന്നു? ഒരു കാര്യം ചെയ്യൂ,
ഈ കീറിയ കഷ്ണങ്ങൾ ഓരോന്നായി നീ കൃത്യമായി പറക്കി വെക്ക്, എന്നിട്ട് പഴയ പോലെ ആക്ക്. സാർ എന്താ പറയുന്നേ? അതെ, ഈ ദൗത്യത്തിന് ശേഷം ഞാൻ നിന്നെ പുറത്താക്കുകയാണ്. യു വിൽ ബി ഫയർഡ്. സാർ, പക്ഷെ ഞാൻ എന്താ ചെയ്തത്? നിന്നെ പിരിച്ചുവിടുമെന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടു, പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അത് വീണ്ടും കൃത്യമായി മടക്കി വെക്കണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹരീഷ് ഇത്രയധികം ദേഷ്യപ്പെടില്ലായിരുന്നു. ഹരീഷ് മാനേജറെ നോക്കി. ഈ ചെക്ക് വിക്രം സാറിന്റേതാണ്. ഇത് കൃത്യമായി അടുക്കി വെക്കണം. അതിലെന്തെങ്കിലും വീഴ്ച നീ വരുത്തിയ ചവിട്ടി നിന്റെ നട്ടല് ഞാൻ ഓടിക്കും. പിന്നെ ലോകത്തെ ഒരു ബാങ്കിലും നിനക്ക് പിന്നെ ജോലി ചെയ്യാൻ കഴിയില്ല. ഇറങ്ങിപ്പോടാ. ഭയന്നു പോയ ഹരീഷ് അഭിനവിനെ നോക്കി. വിക്രം കൊടുത്ത ചെക്കിന്റെ കാര്യത്തിലും മാനേജറുടെ ഭാഷയിലും ഹരീഷ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവിടെ നിന്നും പോയി. എന്നിട്ട് അവൻ ചെക്കിന്റെ കഷ്ണങ്ങൾ മടക്കാൻ തുടങ്ങി. തന്റെ പരാതിയുമായി മാനേജറുടെ അടുത്തേക്ക് വന്നത് നന്നായെന്ന് അഭിനവിനുള്ളിൽ തോന്നി. എന്നാൽ ഹരീഷ് ഇതുപോലെ എത്രയോ പേരോട് മോശമായി പെരുമാറിയിട്ടുണ്ടാവാം. മറുവശത്ത് ബൽറാമും അദ്ദേഹത്തിന്റെ മാനേജറും എന്തുകൊണ്ടാണ് ഒരു ഡെലിവറി ബോയിയെ ഒരു ഭിക്ഷക്കാരനെ സഹായിക്കുന്നതെന്ന് ഹരീഷിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഹരീഷ് വളരെ കഷ്ടപ്പെട്ട് ചെക്ക് മടക്കി. ഐ എം റിയലി വെരി സോറി. എന്നാലും ടൈഗർ, ഇത്രയും വർഷം നിങ്ങൾ എവിടെയായിരുന്നു? ആദ്യം നിങ്ങളിത് പറയൂ. എന്റെ അച്ഛനുമായി നിങ്ങൾക്ക് എങ്ങനെയാണ് ബന്ധം? ഞാൻ അദ്ദേഹത്തിന്റെ ടീമിലെ ഒരു അംഗമാണ്. ശ്രദ്ധിക്ക്, ടൈഗർ തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷെ ലീഡറിന്റെ വരവിനെ കുറിച്ച് ആരും അറിയരുത്, ഇല്ലെങ്കിൽ കളി മാറും. ബൽറാം സാർ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ സിംഹങ്ങൾക്കിടയിൽ ഒരു ഒളിഞ്ഞു നിൽക്കുന്ന ഒരു മറയുണ്ട്. അത് നമ്മുടെ ശത്രുക്കൾക്ക് എല്ലാ വിവരങ്ങളും നൽകും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം ടൈഗർ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒറ്റുകാരനോ? അതെ, ഇതിനെക്കുറിച്ച് ലീഡർ നിങ്ങളോട് വിശദമായി പറയും. അതുവരെ ഈ മറയിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഇരുട്ടി തന്നെ നിൽക്കണം. ആ സമയം നിങ്ങളുടെ അച്ഛന്റെ, അതായത് ഞങ്ങളുടെ സഞ്ജയന്റെ കൊലയാളിയെ കുറിച്ച് ഞങ്ങളോട് പറയൂ. കൂടാതെ ഈ ചെന്നായെക്കുറിച്ചും. അഭിനവിന്റെ മനസ്സിൽ ഒരൊറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ, ഡേവിഡ്. റാണ സഞ്ജയനെ ചതിച്ചതുപോലെ ഡേവിഡും അവന്റെ അച്ഛന്റെ പാത പിന്തുടരുമെന്ന് അഭിനവന് ഉറപ്പായിരുന്നു. റാണയെ സ്വന്തമായി കരുതിയ ഈ ആളുകളെക്കുറിച്ച് അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഈ കൂട്ടത്തിൽ ഇനി ആരെയാണ് കാണാനുള്ളത്? നിന്റെ മുന്നിലുള്ള ഈ മാനേജറെയും കണ്ടു, നീ എന്നെയും വിക്രമനെയും കണ്ടു. അമർ, സുൽത്താൻ, അലീന, ഇവരാണ് ബാക്കിയുള്ള 3 പേർ. അലീന? ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പെൺകുട്ടിയുണ്ടോ? അതെ, ഇതിനു മുമ്പ് അവളുടെ അമ്മായിയായിരുന്നു ഈ സ്ഥാനത്ത്. 1 വർഷം മുമ്പ് അവർ മരിച്ചു. അതുകൊണ്ട് അലീന അവരുടെ സ്ഥാനം ഏറ്റെടുത്തു. അവൾ വെറുമൊരു പെൺകുട്ടിയല്ല, അവൾ തീയാണ്, ജ്വലിക്കുന്ന തീ. അവളൊരു കൊടുങ്കാറ്റാണ്. അലീനെ പോലൊരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രൂപം, ബുദ്ധി, ആറ്റിറ്റ്യൂഡ്, ഇവയെല്ലാം അവൾക്കുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾ വാശിക്കാരിയാണ്. എന്റെ വാശിയേക്കാൾ കുറവാണ് അവളുടെ വാശിയെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരേ ഒരു പെൺകുട്ടിയാണ് അവൾ എന്ന് പറയാം. പക്ഷേ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾക്കാർക്കും കഴിയില്ല. ഇത് കേട്ട ഉടൻ എവിടേക്കാണ് ബൽറാം സംസാരിച്ചു വരുന്നതെന്ന് അഭിനവിന് മനസ്സിലായി. താനാണ് ടൈഗർ എന്ന് അലീനയെ ബോധ്യപ്പെടുത്തുക അത് അഭിനവിന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്നിട്ടും ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നത് അഭിനവ് ആസ്വദിക്കുകയായിരുന്നു. അലീനയെ കാണാനുള്ള അഭിനവിന്റെ ആഗ്രഹവും വർദ്ധിച്ചു. ഇതിനിടയിൽ മാനേജർ പറഞ്ഞു, നിങ്ങൾ അവളെ ഉടൻ തന്നെ കാണും, പക്ഷെ അവൾക്ക് നിങ്ങളെ തിരിച്ചറിയാമെന്ന് എനിക്കറിയില്ല. അവളെ ബോധ്യപ്പെടുത്താൻ ടൈഗറിന് പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ച പോലത്തെ പയ്യനല്ലവൻ. ബൽരാജിന്റെ വാക്കുകൾ കേട്ട് മാനേജറുടെ കാതുകൾ കൂർത്തു. ബൽറാം സാർ, ടൈഗർ നിങ്ങളെ ഈ മോതിരത്തിൽ കുടിക്കെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കേട്ട ഉടൻ ബൽറാം പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം അത് ശരിവെച്ചു എന്നോണം തലയാട്ടി. അദ്ദേഹത്തെ കണ്ട് മാനേജർ മുറയ്ക്ക് ചിരിക്കാൻ തുടങ്ങി. ഏതായാലും ടൈഗർ, ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പണം വേണം? ഞാൻ തരാം. പിന്നീട് വിക്രം സാറിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ചെക്ക് വീണ്ടും ഇഷ്യൂ ചെയ്യിച്ചോളാം. ഇപ്പോൾ എനിക്ക് 1 കോടി രൂപ വേണം. ബാക്കിയുള്ള 49 കോടി എന്റെ പുതിയ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഞാനത് ശരിയാക്കി തരാം. ഇത് കേട്ട് മാനേജർ അവന് വേണ്ടി പണം എടുക്കാൻ പോയി. ബൽറാം, ഈ അലീന എന്ന പെൺകുട്ടിയെ കുറിച്ച് മറ്റെന്താണ് നിങ്ങൾക്കറിയാവുന്നത്? എനിക്കെല്ലാം അറിയാം, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല.
ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് ബൽറാം, നിങ്ങൾക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയാമല്ലോ. അതെ അതെ, നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്കറിയാം. അവൾക്ക് ദേഷ്യം വരാനോ അല്ലെങ്കിൽ സ്വയം ദേഷ്യപ്പെടാനോ അവസരം കൊടുക്കരുത്. ഒരു പട്ടിയെ പോലെ അവളുടെ പിന്നാലെ നടക്കരുത്. ഒട്ടും തമാശ പറയരുത്. തമാശ പറയുന്നവരെ അവൾ കൊല്ലും. ഏതായാലും ടൈഗർ, നിങ്ങൾക്കിപ്പോൾ ഒരു കാറ് വേണം. ഞാൻ എൻ്റെ മാനേജറോട് പറയാം. നിങ്ങൾ ഇവിടുന്ന് നേരെ ഗ്ലോ മോട്ടേഴ്സിലേക്ക് പോകൂ. അവിടെ ഒരു കാർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ഇപ്പം തന്നെ പണം നൽകുകയാണ്. നിങ്ങൾക്ക് തോന്നുമ്പോൾ എനിക്ക് ഇരട്ടിയെ തിരിച്ചു തന്നാൽ മതി. താങ്ക് യു. അവൻ ബാങ്കിൽ നിന്നും പണമെടുത്തു. എന്നാൽ ആ തിരക്കിൽ ബൽറാം തനിക്ക് വേണ്ടി ഏത് കാറാണ് ബുക്ക് ചെയ്തതെന്ന് ചോദിക്കാൻ അവൻ മറന്നു. അകത്തേക്ക് പോയപ്പോൾ തന്നെ ഷോറൂമിലെ മാനേജർ ആരെയോ കാത്ത് വാതിൽക്കൽ നിൽക്കുന്നത് അവൻ കണ്ടു. മിസ്റ്റർ അഭിനവ് രജപുത്ര? ഞാനാണ് അഭിനവ് രജപുത്ര. വരൂ, അകത്തേക്ക് വരൂ പ്ലീസ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിനവ് ഒരു ഗ്യാരേജിലെത്തി. മാനേജർ അവനെ അവന്റെ കാറിനടുത്ത് കൊണ്ടുവന്നു. ഇതാണ് കാർ. ഞാൻ പേപ്പറുകൾ റെഡിയാക്കിയിട്ട് വരാം. ആ സമയം സർ കാർ നന്നായി നോക്കിക്കോളൂ. അത് വളരെ വില കൂടിയൊരു കാറായിരുന്നു. ആരും അഭിനവിനെ കാറിന്റെ പേരിൽ സംശയിക്കാതിരിക്കാൻ ബൽറാം അത് മനഃപൂർവ്വം പഴയതാക്കിയതായിരുന്നു. എന്നാൽ കാറിന്റെ ഉൾവശം കണ്ടപ്പോൾ അഭിനവിന് വളരെ സന്തോഷം തോന്നി. ഹലോ, ഇതെന്താ അഭിനവ്? നിങ്ങൾ കാർ എടുക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ റോഷ്നി, നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. വിക്രമിന്റെ പാർട്ടിയിൽ വെച്ച് അഭിനവ് റോഷ്നിയെ കണ്ടിരുന്നു. അന്ന് അഭിനവ് അവളോട് സംസാരിച്ചില്ലെങ്കിലും പാർട്ടിയിൽ വെച്ച് അവൾ തുടർച്ചയായി അഭിനവിനെ നോക്കുന്നുണ്ടായിരുന്നു. അഭിനവ് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നും യഥാർത്ഥമല്ലെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഈ ചോദ്യം ഞാൻ നിങ്ങളോടാ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഒരു കാർ വാങ്ങാൻ വരാൻ കഴിയും? നിങ്ങളൊരു ദരിദ്രനാണെന്നാണല്ലോ അനന്യ എന്നോട് പറഞ്ഞത്. അതെ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ഞാനിത് എന്റെ ബോസിന് വേണ്ടി വാങ്ങുകയായിരുന്നു. റോഷ്നി കുറച്ചുനേരം അവനെ നോക്കിയിട്ട് പറഞ്ഞു. നേരോ? നിങ്ങൾ കള്ളം പറയുമല്ലേ? ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? എനിക്കറിയില്ല. വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അനന്യയെ ഇങ്ങോട്ട് വിളിക്കാം. ദൂരെ നിന്നെങ്കിലും അവൾ നിങ്ങളെ കാറിൽ കാണുമ്പോൾ സന്തോഷിക്കും. വേണ്ട വേണ്ട, അവളെ എന്തിനാണ് ഇവിടേക്ക് വിളിക്കുന്നത്? അവളെ എന്തിനും ബുദ്ധിമുട്ടിക്കണം? റോഷ്നി പറ, റോഷ്നിക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? നിങ്ങൾ എനിക്കൊരു ട്രീറ്റ് തരുമോ? എന്താ, നിങ്ങൾ എന്നെ ട്രീറ്റിന് കൊണ്ടുപോവില്ലേ? നോക്ക്, ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. നിങ്ങൾ എന്റെ ആവശ്യം തള്ളിക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. അഭിനവ് മറുപടി പറയുന്നതിന് മുൻപ് റോഷ്നി കാറിന്റെ വാതിൽ തുറന്ന് പാസഞ്ചർ സീറ്റിലിടുന്നു. അപ്പോഴേക്കും മാനേജർ രേഖകളുമായി വന്നു. അദ്ദേഹം രേഖകൾ അഭിനവിന് നൽകി. അഭിനവും ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. റോഷ്നി ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിൽ അവൻ അവളെ വിക്രമിന്റെ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. വഴിയിലുടനീളം ചഹദ് അഭിനവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് തന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് അഭിനവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വിക്രമിന്റെ ഹോട്ടലിന്റെ താഴെ അഭിനവിന്റെ കാർ പാർക്ക് ചെയ്തു. ബിസിനസ്സിൽ ഈ വിക്രം ആരെ അനുസരിക്കില്ല, മനസ്സിലായോ? ശരി, ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം ടൈഗർ. അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു. അത് വിക്രമിന്റെ കോളാണെന്ന് അവൻ കണ്ടു. വിക്രം? ഹലോ ടൈഗർ, എന്തു പറ്റി? എന്റെ ഓഫീസിന് താഴെ നിങ്ങളുടെ കാറ് വരുന്നത് ഞാൻ കണ്ടു. എല്ലാം ഓക്കെ അല്ലേ? യെസ് യെസ്, സത്യത്തിൽ ഞാൻ ഹോട്ടലിൽ ഒരാളുമായി ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അത് ഞാൻ കണ്ടു. നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം എന്റെ ഓഫീസിലേക്ക് വരൂ. ഞാൻ എന്റെ VIP കാർഡ് തരാം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും VIP പരിഗണന ലഭിക്കും. എന്തു പറ്റി? നമുക്ക് പോവാം. റോഷ്നി, ഇവിടെ നിൽക്കൂ. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഞാനത് തീർത്തിട്ട് വരാം. റോഷ്നി അവൻ പോകുന്നത് നോക്കി നിന്നു. അത് വിക്രമിന്റെ ഓഫീസാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ അഭിനവ് അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? റോഷ്നിക്ക് അഭിനവിന്റെ അടുത്ത് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയപ്പോഴേക്കും അവൻ വിക്രമിന്റെ ക്യാബിനിലെത്തി. അഭിനവിനെ കണ്ടതും വിക്രം ഇരുന്ന സ്ഥലത്ത് നിന്നും ചാടി എഴുന്നേറ്റു. വെൽക്കം ടൈഗർ, വെൽക്കം. ഓൾ ഗുഡ്? യെസ്, ഓൾ ഗുഡ്. ഇതാണ് VIP കാർഡ്. ഹാവ് ഫൺ. താങ്ക് യു.
അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയം റോഷ്നി ഹോട്ടലിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. പോകാമോ? രണ്ടുപേരും ഹോട്ടലിന്റെ അകത്തേക്ക് കയറി. അതിനുശേഷം അവിടെ ഒരു ടേബിളിന്റെ അടുത്തിരുന്നു. അഭിനവാണെങ്കിൽ റോഷ്നിയെ നോക്കുന്നത് പോലുമില്ലായിരുന്നു. എന്നാൽ റോഷ്നി അഭിനവിനെ നോക്കിക്കൊണ്ടിരുന്നു. എന്തുപറ്റി? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. നീ ഈ ഓഫീസിലാണോ ജോലി ചെയ്യുന്നത്? നമുക്കെന്തെങ്കിലും ഓർഡർ ചെയ്താലോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. വെയിറ്റർ. അഭിനവ് റോഷ്നിയുടെ ചോദ്യം മനഃപൂർവ്വം ഒഴിവാക്കി. ഹലോ സർ, ഹൗ മേ ഹെൽപ്പ് യു? നീ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, സത്യമായിട്ടില്ല. ഞാൻ എന്തിനാണ് വെറുതെ നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നത്? 1 സെക്കൻഡ്. അഭിനവ് തനിക്കും റോഷ്നിക്കും വേണ്ടിയുള്ള ഓർഡർ കൊടുത്തു. 2 ജ്യൂസ് പ്ലീസ്. നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ചെറിയൊരു ജോലി ചെയ്യുന്നു. ഇത് വിക്രം സാറിന്റെ കമ്പനി അല്ലേ? അതെ. ഹലോ ഗോർജിയസ്, യു ആർ സോ ബ്യൂട്ടിഫുൾ. എങ്ങോട്ട് വരണ്ടെന്നാ വിചാരിച്ചത്, പക്ഷെ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ നിനക്കൊരു കിടിലൻ ട്രീറ്റ് ഓഫർ ചെയ്യട്ടെ. അവന്റെ മുഖത്ത് വഷളത്ത് നിറഞ്ഞ ഒരു നോട്ടമുണ്ടായിരുന്നു. റോഷ്നിക്ക് അവന്റെ ഉദ്ദേശം മനസ്സിലായി. റോഷ്നിക്ക് മാത്രമല്ല, അഭിനവിനും മനസ്സിലായി. നിനക്ക് കണ്ടൂടെ? ഓൾറെഡി ഷീസ് ഇൻ എ ഡേറ്റ് വിത്ത് മീ. ആണോ? ഞാൻ കരുതി നീ ഇവളുടെ കുഞ്ഞനുജനാണെന്ന്. നീ ഇവളുടെ കൂടെ ഡേറ്റിന് വന്നതാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്നേഹത്തോടൊന്ന് പറയട്ടെ, ഇറങ്ങി പോടാ ഇവിടുന്ന്. അഭിനവ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഇവൻ എവിടെ വരെ പോകുമെന്ന് അവൻ അറിയണമായിരുന്നു. അപ്പോഴേക്കും റോഷ്നിയുടെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞു, നിന്റെ സൗന്ദര്യം കണ്ടാലറിയാം നീ ഏതോ നല്ല കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന്. നീ ഇവനെ പോലുള്ളവന്മാരുടെ കൂടെ ഡേറ്റിന് വരാൻ പാടില്ലായിരുന്നു. സ്റ്റാൻഡേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? നിന്നോട് അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? പോടാ ഇറങ്ങി. നീ എൻ്റെ കൂടെ വാ. ട്രസ്റ്റ് മീ, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഐ വുഡ് സേ യു ഡോണ്ട് ഡിസേർവ് സച്ച് എ ഡൗൺ മാർക്കറ്റ് ബോയ്സ്. ജനിച്ച ഉടനെ ഉപേക്ഷിച്ച ലവലാതി. അഭിനവിന് ഇത് കേട്ടപ്പോൾ സഹിക്കാനായില്ല. അവൻ എല്ലാ അതിരുകളും ലംഘിച്ചിരുന്നു. എന്താ നീ പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞതിന് അവൻ ശരിക്കും വാങ്ങിച്ചു. അഭിനവ് മറ്റെന്തും സഹിക്കും, പക്ഷേ അച്ഛനെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും സഹിക്കില്ല. നീ എന്താ പറഞ്ഞത്? ജനിപ്പിച്ച ഉടൻ അച്ഛൻ ഉപേക്ഷിച്ചവനല്ലേ? നിന്റെ അച്ഛൻ എന്താണ് നിന്നെ പഠിപ്പിച്ചത്? അവൻ അഭിനവിനെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവന്റെ വായിൽ നിന്നും ഒരക്ഷരം പുറത്തു വന്നില്ല. അവന്റെ മുഖത്ത് പേടി നിറഞ്ഞിരുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ഇതൊരു റെപ്യൂട്ടഡ് ഹോട്ടലാണ്, മീൻചന്തയല്ല. മാനേജർ, ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണോ ഈ ഹോട്ടലിൽ കയറി ഇറങ്ങുന്നത്? അവനെ കുറിച്ച് അധികം അടിച്ചതായിട്ട് അഭിനവിനും തോന്നി. കണ്ടില്ല എന്നെ അടിച്ചത്? മൂക്കും മുഖവും എല്ലാം ഇടിച്ചില്ലാതാക്കി. മാനേജർ ആദ്യം അവനെ നോക്കി, അത് കഴിഞ്ഞ് അഭിനവിനെ നോക്കി. അഭിനവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ VIP കസ്റ്റമറിനെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇവൻ ഞങ്ങളെയാണ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇവന്റെ അടുത്ത് എത്ര തവണ വേണ്ട എന്ന് പറഞ്ഞു എന്നറിയാമോ? എന്നിട്ട് അവൻ പിന്മാറിയില്ല. അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ എന്റെ അച്ഛനെ പറ്റി മോശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കേട്ടത് ശരിയാണോ? കള്ളം, പച്ച കള്ളം. അല്ല, ഈ നിസാര കാര്യത്തിനാണോ നിങ്ങൾ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത്? എന്തൊക്കെയാണെങ്കിലും ശരി, നിങ്ങൾ ഇദ്ദേഹത്തോട് മാപ്പ് പറയണം. മാപ്പ് പറയണോ? ഞാൻ ഇവനോടോ? ഇവൻ എന്നോടും എന്റെ ഫ്രണ്ടിനോടും മാപ്പ് ഇങ്ങോട്ട് പറയണം. പറയടാ മാപ്പ്. എടാ നാറി, വാ അടച്ച് മാപ്പ് പറയടാ. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. എന്നോട് മാപ്പ് ചോദിക്കാതെ നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. പ്രശ്നങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ റോഷ്നി ഇടയിൽ കയറി മാനേജറിനോട് സംസാരിച്ചു. പ്രശ്നം അഭിനവന്റെ അടുത്തല്ല, ദാ ഇവന്റെ അടുത്താ. ഇവനാണ് എന്നെ ശല്യം ചെയ്യാൻ വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അതിപ്പോ എന്തായാലും ശരി, ഇദ്ദേഹം മാപ്പ് ചോദിച്ചേ പറ്റൂ. മാനേജർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അഭിനവിന് മനസ്സിലായി. അയാൾ അഭിനവിനെ അവന്റെ വസ്ത്രം കണ്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിരുന്നു. തന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അഭിനവ് പോക്കറ്റിൽ നിന്നും വിക്രമിന്റെ കാർഡ് പുറത്തെടുത്തു. അത് മാനേജർക്ക് നീട്ടി. തനിക്കറിയാമോ ഈ കാർഡ് എനിക്ക് ആരാണ് തന്നതെന്ന്? ഇതിൽ എഴുതിയത് വായിച്ചതിന് ശേഷം താനൊരു തീരുമാനം എടുത്തോളൂ. മാനേജർ അഭിനവിന്റെ കാർഡ് വാങ്ങിച്ചതിന് ശേഷം അത് സൂക്ഷിച്ചു നോക്കി. കാർഡിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടതും അയാളുടെ കണ്ണുകൾ തള്ളിപ്പോയി. അഭിനവിന്റെ കയ്യിൽ വിക്രമിന്റെ കാർഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം വിക്രമും അഭിനവും പരിചയക്കാരാണെന്നാണ്. പെൺകുട്ടികളോട് സംസാരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചു പഠിക്കേ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്ന്. വാ പോകാം. അഭിനവ് റോഷ്നിയെയും തന്റെ കൂടെ കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് പോയി. രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഇതെല്ലാം സംഭവിച്ചത് കണ്ടിട്ട് റോഷ്നി മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് അവൻ അറിയണമായിരുന്നു. എന്നാൽ കൂടുതൽ എന്തെങ്കിലും ചോദിച്ച് അവൾക്ക് സംശയമുണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. നീ ഓക്കെ അല്ലേ? സോറി, നിന്റെ മൂഡും ഇന്നത്തെ ലഞ്ചും നശിപ്പിച്ചതിന്. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ആഹാരം കഴിക്കാം. ഓക്കെ, ഞാൻ ഇന്ന് മുഴുവൻ ഫ്രീയാ. അവൾ പറഞ്ഞത് കേട്ട അഭിനവ് കാർ മറ്റൊരു ഹോട്ടലിന്റെ മുന്നിലേക്ക് തിരിച്ചു. ആ ഹോട്ടലിന്റെ മുന്നിൽ കാർ നിർത്തി അവർ പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടലിന്റെ പേര് വായിച്ചതിന് ശേഷം റോഷ്നിയെയും കൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഈ ഹോട്ടൽ ഡേവിഡ് തരങ്ങന്റേതാണെന്ന് അഭിനവിന് മനസ്സിലായി. ഹോട്ടലിനൊപ്പം ഡേവിഡ് വലിയൊരു മാഫിയ ബിസിനസ്സും നടത്തുന്നുണ്ട്. മാഫിയ ലോകത്ത് ടൈഗറിന്റെ പേര് എത്രത്തോളം വലുതാണോ അതുപോലെ വലുതാണ് ഡേവിഡ് തരകന്റെ പേര്.
എത്ര ബിസിനസ്സും ആളുകളുമാണോ ടൈഗറിനടുത്തുള്ളത് അത്രയും തന്നെ ഡേവിഡ് തരകന്റെ കയ്യിലുമുണ്ട്. ഇരു സംഘങ്ങൾക്കുമിടയിൽ പല ഭിന്നതകളുമുണ്ട്. ഇന്ന് ഡേവിഡിനെ കാണേണ്ടി വരുമോ എന്ന സംശയം അഭിനവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ എന്റെ അടുത്ത് നീ നിന്നെ കുറിച്ചൊന്നും പറയില്ലെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞല്ലേ? എന്തിനെ കുറിച്ചാ? അഭിനവിന് മനസ്സിലായി റോഷ്നിയുടെ ഉള്ളിൽ ഈ സംശയങ്ങൾ കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന്. എന്തുവാടോ ഒളിപ്പിച്ചു വെക്കാൻ ഇതിന് മാത്രം എന്ത് രഹസ്യം ഉള്ളത്? അല്ല, നിനക്ക് എന്താ അറിയേണ്ടത്? നീയുമായിട്ട് സംസാരിക്കുമ്പോ നിന്നെ കുറിച്ചല്ലേ എനിക്ക് അറിയണ്ടേ? അല്ല, അതിന് നിന്റെ അടുത്ത് പറയാൻ മാത്രം എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇതും പറഞ്ഞ് റോഷ്നിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഡേവിഡ് സാർ, ഇനി ഈ സിറ്റിയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോവുകയാണ്. അതെ, മാർക്കറ്റിൽ നിന്നും ടൈഗർ അപ്രത്യക്ഷമായതോടെ അവന്റെ പേരും ഇല്ലാതായി. തൊട്ടടുത്ത് നിൽക്കുന്നവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അഭിനവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ ടൈഗറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. അഭിനവേ പറയടോ, എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എന്തിനാ വെറുതെ ഒളിപ്പിക്കുന്നത്? ടൈഗർ അപ്രത്യക്ഷനായിട്ടില്ല, ടൈഗർ ജീവനോടെയുണ്ട്. അവൻ വൈകാതെ തന്നെ തിരിച്ചു വരും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോണിയെ അധികം കുടിക്കരുതെന്ന്. നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓരോ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവന്മാരുടെ ധൈര്യം കണ്ടില്ലേ? ഡേവിഡ് തരകന്റെ ഹോട്ടലിൽ ഇരുന്ന് ടൈഗറിനെ കുറിച്ച് പറയുന്നു. ഒന്നെങ്കിൽ ഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മാത്രം ധൈര്യം കാണും. മണ്ടത്തരം പോലും. മണ്ടത്തരം നീയാണ് പറയുന്നത്. ടൈഗറിനെ ഡേവിഡ് തരകനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വിസ്കിയും നാടൻ ചാരയുമായി എന്ത് താരതമ്യം? ഞാൻ പറയുകയാണ്, ടൈഗർ ജീവനോടെയുണ്ട്. ഹി വിൽ റിട്ടേൺ സൂൺ. ജോണി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അഭിനവ് ശരിക്കും ഞെട്ടി. ജോണി മദ്യത്തിന്റെ പുറത്ത് പറയുന്നതാണോ അതോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ എന്ന് അവൻ അറിയണമായിരുന്നു. അഭിനവ്, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നീ എന്റെ കൂട്ടുകാരിയോട് കള്ളം പറയുകയാണോ? ഏത് കൂട്ടുകാരി? അനന്യ. അനന്യ? ഇല്ല, ഞാൻ എന്തിനാണ് അവളോട് കള്ളം പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ റോഷ്നി, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. നിനക്കറിയാലോ, ഞാൻ അനന്യയുടെ ഭർത്താവാണ്. വീട്ടിലെത്താൻ ഒരല്പം വൈകിയാൽ അവൾ എന്നെ കൊല്ലും. അവൾക്ക് സംശയം തുടങ്ങും. സംശയമോ? നിന്നെ കുറിച്ചോ? അവൾക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. നിന്നെ കുറിച്ച് അവൾ ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെന്തിനാ അവൾക്ക് നിന്നെ സംശയം? അതെ, എനിക്കറിയാം. എങ്കിലും എനിക്കിപ്പോ പോയേ പറ്റൂ. ഞാൻ നിന്നെ വീട്ടിൽ വിടണോ? നമ്മൾ ഇനി എപ്പോഴാ കാണുക? ഇതിന് മറുപടി പറയാതെ റോഷ്നിക്കൊപ്പം അഭിനവ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് കുറെ പേർ ചേർന്ന് ഒരു പയ്യനെ തല്ലിച്ചതയ്ക്കുന്നത് അഭി കണ്ടത്. എന്തിനാ നിങ്ങൾ ആ പാവത്തിനെ തല്ലുന്നത്? നിനക്കറിഞ്ഞിട്ട് എന്ത് കാര്യം? കാര്യമുണ്ടല്ലോ. ഇവിടുന്ന് 2 കാലിൽ വീട്ടിലേക്ക് പോകണമെങ്കിൽ മിണ്ടാതെ സ്ഥലം വിട്ടു. തടി കേടാക്കാൻ നിൽക്കണ്ട. ചേടാ, ഈ ലൈൻ ഞാൻ നിന്നോട് പറയാൻ വരികയായിരുന്നു. എന്റെ ഡയലോഗ് മോഷ്ടിച്ചതിന് നിനക്ക് കുറച്ചുകൂടി തല്ല് കിട്ടും. ഹീറോ കളിക്കാൻ നിൽക്കല്ലേ. കൊച്ചിയിൽ ഇപ്പൊ ഹീറോയിസിന് മാർക്കറ്റില്ല. മിണ്ടാതെ വിട്ടോ, അല്ലേ ഞങ്ങൾക്ക് ഒന്നിന് പകരം 2 കുഴിയെടുക്കേണ്ടി വരും. അഭിനവ് ഇതിന് ഒരു മറുപടി നൽകിയില്ല. അവൻ ആ ആളുകളെ നോക്കി എണ്ണം തിട്ടപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ പിറകോട്ട് മാറി. അവസാനം അഭിനവ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മോർച്ചറിയിലേക്ക് വിളിച്ചു പറയണം. 1, 2, 3, 4 മൊത്തം 4 ചേംബർ മാറ്റി വെക്കാൻ. 2 പേര് ആ 4 ബോഡിയും കൊണ്ട് ഉടനെ വരുന്നുണ്ടെന്ന്. അടിക്കായി പൊട്ടിയെ. ആ ഗുണ്ടകൾ അഭിയെ തല്ലാനായി അടുത്തു. അഭിനവും അവരെ നേരിടാൻ പൂർണ്ണമായി തയ്യാറായിരുന്നു. നിമിഷങ്ങൾക്കകം അഭിനവ് അവിടുത്തെ അന്തരീക്ഷവും സമയവും മാറ്റിമറിച്ചു. അവന്റെ അടികൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി 4 ഗുണ്ടകളും നിലം പൊത്തി. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്ന് കരുതി മരണത്തെ കൺമുന്നിൽ കണ്ടു നിന്നിരുന്ന ജോണി എന്നു പേരുള്ള ആ പയ്യൻ അഭിനവിന്റെ ഈ രൂപം കണ്ട് ഞെട്ടിപ്പോയിരുന്നു. അവനെ സംബന്ധിച്ച് അഭിനവ് ദൈവത്തിന് തുല്യനായിരുന്നു. അപ്പോൾ അവനെ രക്ഷിച്ച് അവിടെ നിന്നും കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ജോണി ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ ആരാ? എന്തിനാണ് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചത്? അഭിനവ് അവന് മറുപടി നൽകിയില്ല. അവൻ ആ പയ്യന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി. അഭിനവിൽ നിന്നും ഉത്തരം അറിയാൻ അവൻ അക്ഷമനായിരുന്നു. ഞാൻ ആരാണെന്ന് നിന്നോട് പറയാം. പക്ഷെ ആ രഹസ്യം
ആരോടും പറയില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. തന്റെ ജീവൻ രക്ഷിച്ച അഭിനവിന് വേണ്ടി അത്രയുമെങ്കിലും ചെയ്യണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ ടൈഗറാണ്. അത് കേട്ടതും ജോണി ഞെട്ടലോടെ 2 ചുവട് പിറകോട്ട് വെച്ചു. അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ കണ്ണിമ ചിമ്മാതെ അഭിനവിനെ നോക്കി. താൻ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവന് മനസ്സിലായില്ല. ജോണി കണ്ണിമ വെട്ടാതെ അഭിനവ് പോകുന്നത് നോക്കി നിന്നു. കുറച്ച് സമയത്തിന് ശേഷം അഭിനവ് ഹരിദേവൻ മേനോന്റെ വീട്ടിലെത്തി. അഭിനവ് അകത്തേക്ക് കയറുമ്പോൾ കണ്ടത് രാജീവും ശാർമിളയും അനന്യയും എന്തോ ഗൗരവമായ കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നമ്മൾ സൗരവനോട് സംസാരിക്കണം. കുറഞ്ഞപക്ഷം അവൻ വിക്രമനോട് നമുക്ക് വേണ്ടി സംസാരിക്കട്ടെ. വിക്രമിന് മാത്രമേ ഇനി നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. SR കോർപ്പറേഷന്റെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അഭിനവ് വന്നത് കുറച്ച് വൈകിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് കാര്യങ്ങൾ മുഴുവനായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കേട്ടതിൽ നിന്ന് അനന്യയുടെ കമ്പനി എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് അവന് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫോക്കസ് സ്ക്രീൻ കമ്പനിയുടെ സപ്പോർട്ട് തേടണമെന്നാ. അമ്മ എന്താ ഈ പറയുന്നത്? ഈ 2 കമ്പനികളും നടത്തുന്നത് ടൈഗറാണ്. നമ്മളെപ്പോലുള്ളവർക്ക് ടൈഗറിനെ നേരിട്ട് പോയി കാണാൻ പോലും കഴിയില്ല. ആരും അയാൾ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പിന്നെ നമ്മൾ എങ്ങനെ അവനെ കാണും? ചിലപ്പോ ശ്രീരാഗിന് നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും. ഞാനൊരു കാര്യം ചെയ്യാം. അനന്യയുടെയും ശ്രീരാഗിന്റെയും വിവാഹം ഉടനെ ഫിക്സ് ചെയ്യാം. അല്ലെങ്കിലും ആ അഭിനവ് നമ്മൾക്ക് വേണ്ടി എന്താ ചെയ്തത് ഇതുവരെ? നമസ്കാരം. അത് കേട്ട് അഭിനവ് ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. ക്ഷീണിച്ചിരുന്നെങ്കിലും താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇവരെ അറിയിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അഭിനവ് സന്തോഷത്തോടെ അവരെ അഭിവാദ്യം ചെയ്തതും ശാർമിളയും അനന്യയും രാജീവും അവനെ നോക്കി. അവരുടെ കണ്ണുകളിൽ തീവ്രമായ ഒരുതരം ദേഷ്യമുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ കണ്ട് അഭിനവ് അത്ഭുതപ്പെട്ടു. അവർ ചിരിയോടെ അവനെ അഭിവാദ്യം ചെയ്യുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ഇന്ന് അവരുടെ കണ്ണുകളിൽ കണ്ട ദേഷ്യം അവന് വിചിത്രമായി തോന്നി. എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്തിനാണ് എല്ലാവരും അഭിനവിനോട് ദേഷ്യപ്പെടുന്നത്? അനന്യയുടെ പ്രശ്നം എന്താണ്? അഭിനവിന് അവളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.